എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളുടെ ഒരു യാചന അല്ലല്ലോ. അങ്ങനെയാണോ പ്രാർത്ഥന പഠിപ്പിച്ചത്? അല്ലല്ലോ. അങ്ങനെയാണോ യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത്? മത്തായി സുവിശേഷം 6-ാം അധ്യായം? അല്ല. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, കർത്താവ് എന്നെ നടത്തുന്ന നടത്തിപ്പിനെ ഒന്ന് ഓർക്കുവാൻ, അല്ലേ? കർത്താവിൻ്റെ അധികാരം ഞാൻ ഒന്നുകൂടി ഓർക്കുന്ന സമയം, പിന്നെ കർത്താവുമായിട്ടുള്ള സംസാര സമയമാണ്. ഞാനെപ്പോഴും നിങ്ങൾ ഓർപ്പിക്കുന്ന പോലെ ഇങ്ങനെ തോണ്ടിയിട്ട് എനിക്ക് തരണമേ. ചില പിള്ളേരുണ്ട്, അത് കിട്ടുന്നത് വരെ ഇങ്ങനെ. ചിലരുണ്ട് ഇച്ചിരി നാണവും പരിചാരവും ഒക്കെ ഉള്ളൊരു മാർക്ക്, ചിലർക്ക് അതില്ല. തരാമെന്ന് പറഞ്ഞില്ലേ, താ എന്തുവാ ബന്ധുവാ. അപ്പനമ്മമാരാണെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? മടുക്കും. ഈ സൈസ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മടുത്തു പോകും. പല കുഞ്ഞുങ്ങളുള്ളപ്പോൾ ചിലരായിരിക്കും ഇങ്ങനെ ഉള്ളത്. അവർക്ക് അവരുടെ കാര്യം മാത്രമേ വിഷയമുള്ളൂ. അതല്ല എൻ്റെ അർത്ഥം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ടല്ലോ എല്ലാവർക്കും. അവർക്ക് അവരുടെ വിഷയം മാത്രം. നമ്മളും അങ്ങനെയാണോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ? കർത്താവെ സഹായിക്കണേ, തരണേ. കർത്താവ് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനൂടെ അല്പസമയം ചെലവഴിക്കണ്ടേ. ഈ മോശ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ എത്ര ദിവസം തന്നെ ഒരുക്കിയില്ലേ? എത്ര ദിവസം ഉപവാസത്തോട് പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുവാൻ. കാണാനുള്ള അവസരം ലഭിച്ചില്ല. ശബ്ദം കേൾക്കുവാൻ, കർത്താവിൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ എത്ര ശുദ്ധീകരണത്തോടുകൂടിയല്ലേ 40 ദിവസം അവിടെ സീനായ് പർവ്വതത്തിൽ ഇരുന്ന് ശുദ്ധീകരണം പ്രാപിച്ച് ഒരുങ്ങി കുടുംബം എല്ലാം ലോകത്തെ വിട്ടാണ് മേളിൽ കയറി. അത്രയും ശുദ്ധീകരണം കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ ശബ്ദമൊന്ന്. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ ഓടി അങ്ങോട്ട് ചെന്ന് ലോകത്തിൻ്റെ വിഷയം സംസാരിച്ച് ഈ വായിട്ടുള്ള ബ്ലാബ്ലാ ഉണ്ടല്ലോ അങ്ങ് നിർത്തണം. ഈ ഹൃദയത്തിലുള്ള ഇങ്ങനെയുള്ള ചിന്തകളും എന്ത് ചെയ്യണം? അതൊക്കെ നിർത്തണം. അല്ലാതൊന്നും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. ഈ ദൈവം മനുഷ്യനുമായിട്ടുള്ള കോൺവെർസേഷൻ പോലല്ല ദൈവത്തിൽ. ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടുള്ള പറിച്ചിട്ട് ദൈവം കേട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുവാണെങ്കിൽ ഏറ്റവും വലിയ പോഷന്മാർ ജാതികളെ പോലായി തീരുക. നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനല്ല. പ്രിയ മക്കൾ, വീട്ടിൽ ഉത്തരവാദിത്തമുള്ള മക്കൾ അപ്പൻ്റെ അമ്മയുടെയും വേദനയും കൂടെ ഒന്ന് അറിയണം. അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തയൊന്ന് അറിയണം. ഭവനത്തിലെ വിഷയങ്ങളൊന്ന് അറിയണം. ആ ഭവനത്തിലെ വിഷയങ്ങൾക്ക് ലോഡ് എടുക്കണം. മനസ്സിലായോ? അങ്ങനെയല്ലേ കുഞ്ഞുങ്ങൾ? പേരൻസൊക്കെ ഒന്ന് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെ ആണോ? അതോ ഞങ്ങൾ ഒത്തിരി കഷ്ടം സഹിച്ചു, അവരിനി കഷ്ടം സഹിക്കില്ലെന്ന് വിചാരിച്ച് അവരെ വീട്ടിലെ വിഷയങ്ങൾ അറിയാതാണോ ഞങ്ങൾ വളർത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ് നിങ്ങൾ തന്നെ അനുദപിക്കും. ആ പേരൻറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ തന്നെ അനുദപിക്കും. കർത്താവിൻ്റെ മനസ്സിൽ എന്തുവാ? താൻ തൻ്റെ സ്വർഗീയ മഹിമ വെടിഞ്ഞ് സ്ഥാനം വെടിഞ്ഞ് ലോകത്തിലൊരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച് 30 വർഷം അധ്വാനിച്ച് നല്ല പോലെ 12-16 മണിക്കൂറും പണിത് നമ്മുടെയൊക്കെ ഭാരങ്ങൾ അറിഞ്ഞാണ് കർത്താവ് എന്ത് ചെയ്ത് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി തീർന്ന് നമ്മളെ രക്ഷിക്കാൻ. അപ്പം എത്രത്തോളം നമ്മളോട് സ്നേഹമുണ്ടല്ലേ, എത്രത്തോളം നമ്മളെ അപ്പോൾ ആ പദ്ധതി ഒന്ന് അറിഞ്ഞ് ഇതുപോലാണ് നമ്മളും വില കൊടുത്ത് ഓരോരുത്തരെ രക്ഷിക്കേണ്ടത്, ഓരോരുത്തരെ രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ എത്ര സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അധ്വാനിച്ചതെന്നറിയാം, പ്രാർത്ഥിച്ചതെന്നറിയാം. നമ്മളിത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെ പുറകിന് വേണ്ടി പ്രാർത്ഥനയുണ്ട്, പ്രയത്നമുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്, ദൈവം നമുക്ക് തന്ന അവസരങ്ങളുണ്ട്, പരൽക്കൂട് നമ്മളോട് ഇടപെട്ട സമയങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മളതിനെ അവഗണിച്ച് നമ്മളോട് പറഞ്ഞവരെ നിന്ദിച്ച് വിട്ട് കാണും നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത്. അതൊക്കെ ഒന്ന് മനസ്സിലായി ആ വില അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ആ ഭാരം റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്നൊക്കെ പറയുമല്ലോ രാജ്യത്തോട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ വിശ്വാസികളായി തീരണം. ഈ ദിവസങ്ങളിൽ എന്തുവാ? ഉത്തരവാദിത്തമുള്ള കർത്താവിൻ്റെ മക്കളായി തീരണം. അങ്ങപ്പം നമ്മുടെ വിഷയങ്ങളൊക്കെ അങ്ങ് മാറി നമ്മൾ കർത്താവിൻ്റെ കാര്യം ഒന്ന് ചെയ്തേ. നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്നവരെ ജോലി വിടാനല്ല ഞാൻ പറഞ്ഞത്. പൂർണ്ണസമയം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങളെ വിളിച്ചിട്ടുള്ളപ്പോൾ ഇറക്കേണ്ട സമയത്ത് കർത്താവ് ഇറക്കും, ജോലി തടസ്സമായി തീരുമ്പോൾ. അതുവരെയും നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കലെന്നാണ് ബൈബിൾ പറയുന്നത്. വളരെ അധ്വാനിക്കുമ്പോൾ തന്നെ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്നോ, എത്ര അവസരങ്ങൾ ദൈവം തരുന്നു, ഇല്ല എത്ര അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നവരെല്ലാം അവസരങ്ങളാണ്. നമ്മളെ ഫോൺ ചെയ്യുന്നവരൊക്കെ അവസരങ്ങളാണ്. സ്തോത്രം. ഇടയ്ക്ക് ട്രാക്റ്റുകളൊക്കെ ഇനിയും തീരുമ്പോൾ ഞാൻ തരാം.
നമ്മൾ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഒരു ട്രാക്റ്റ് കൊടുക്കുവാൻ പറയാൻ നാണമാണെങ്കിൽ, പറയാൻ പറ്റുന്നെങ്കിൽ എന്ത് ചെയ്യണം? അല്ലല്ലേ, എനിക്ക് വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അവർ പറയും, ആ സന്തോഷം കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം എന്ത് ചെയ്യണം? നിങ്ങളുടെ പരാതികളും നിങ്ങളുടെ പ്രശ്നങ്ങളും കർത്താവിനോടല്ലാതെ മനുഷ്യരോട് പറയാൻ പോയാൽ പിന്നെ അവർ വിചാരിക്കും അവരതിനേക്കാൾ ബുദ്ധിയോടുകൂടി ജ്ഞാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. നിങ്ങളോട് ആലോചന ചോദിച്ചുകൊണ്ട് വരുമോ? നിങ്ങളോട് ആലോചന ചോദിക്കുവാൻ, നിങ്ങൾ ഓരോരുത്തരും കൗൺസിലേഴ്സായി തീരുവാൻ, ആലോചനക്കാരായി തീരുവാൻ, നിങ്ങൾ അതിനുള്ള ജ്ഞാനത്തിൽ, അതിനാണ് നമ്മൾ ഈ വചനങ്ങളൊക്കെ ഈ ദിവസങ്ങൾ പഠിക്കുന്നത്. അല്ലാതെ വചനം പഠിച്ച് മുൻപോട്ട് പോയൊരു സർട്ടിഫിക്കറ്റ് തരാനൊന്നും അല്ല. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത്. 3-ാം അധ്യായം തൊട്ട് നമുക്കിന്ന് ചിന്തിക്കാം. 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. തിമോത്തിയോസിനെ 2-ാമത്തെ വാക്യം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം നമ്മൾ പഠിച്ചു നിർത്തി. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചു. വലിയ വാഞ്ചയുണ്ട്, നിങ്ങളെ വന്ന് എന്ത് ചെയ്യണം? കാണണം. വലിയ വാഞ്ചയുണ്ട്. പക്ഷേ സാത്താൻ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. അതിനൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുക. ഞാൻ ഈ സമയത്ത് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുന്നില്ല, ഞാനിനി ഒറ്റയ്ക്ക് അഥേനയിൽ ഇരിക്കേണ്ട വന്നാലും അത് ചില വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ കൂട്ട് ഞങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ദൈവമാണ് ഇനി ഫെബ്രുവരിയിൽ ഒരു ടീം വർക്കുണ്ട്, അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ദൈവദാസന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഭക്ഷണം തരും. ഞങ്ങൾ വേറെ ഒന്നും പൊതുവേ ടീം വർക്കിന് വാങ്ങിക്കാറില്ല. ഭക്ഷണം തരും, ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം തരും. അവർക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞങ്ങളെല്ലാം കൂടി ബസ്സിലോ ട്രെയിനിലൊക്കെ കയറി നമ്മൾ മീറ്റിംഗ് സ്ഥലത്തേക്ക് പോകും. നമ്മളെ അവർ കൊണ്ടുപോയി ആ ശുശ്രൂഷിക്കേണ്ട സ്ഥലത്ത് നമ്മൾ നിർത്തും. നമ്മൾ ശുശ്രൂഷിച്ചാൽ മതി. അത്രയൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുവാൻ ദൈവദാസന്മാരുണ്ട്. പക്ഷെ ആദ്യ കാലത്തൊക്കെ പോയത് ഞങ്ങൾ ഓർക്കുന്നു. ആദ്യം ഞങ്ങൾ പണ്ട് തൊട്ട് ഒക്കെ വേറെ ടീമിൻ്റെ കൂടെ ഒക്കെ ചേർന്ന് ആന്ധ്രയുടെ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും 99-ലാണ് ഞങ്ങൾ ആദ്യം ആന്ധ്രയുടെ ഗോദാവരി ഈസ്റ്റ് വെസ്റ്റ് ആ സ്ഥലത്തൊക്കെ പോയത്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ഓർക്കുന്ന ആദ്യം ഞങ്ങളിപ്പം ആന്ധ്രയിൽ ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ സ്ഥലത്തും അനേക ദൈവദാസന്മാർ ചെന്ന് കിടക്കുവാനും എത്ര മാസം വേണം താമസിക്കുവാനും സ്വന്തം സഹോദരങ്ങളെപ്പോൾ സ്നേഹമുള്ള ദൈവദാസന്മാരും വിശ്വാസി കുടുംബങ്ങളും തെലുങ്കരും മലയാളികളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ആദ്യം ചെന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ഒത്തിരി വില സഹിച്ചു. ഞങ്ങളുടെ ഒരു പഴയ മിനി ബസ്സായിരുന്നു തോന്നി. ആ വണ്ടി ഇപ്പോൾ പിശാച് തടസ്സം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു മിനിറ്റ് മുൻപോട്ട് പോകത്തില്ല. ഗിയർ ബോക്സിൻ്റെ അകത്ത് ഞങ്ങൾ തന്നെ സ്പാനറൊക്കെ വെച്ച് ബസ്സായതുകൊണ്ട് അതിൻ്റെ ഭാഗം പ്ലാറ്റ്ഫോം ഊരി ഞങ്ങൾ തന്നെ എടുത്ത് വേറൊരു ലിവർ കുത്തി കയറ്റി. ഞാൻ അവിടെ നിന്ന് ക്ലച്ച് ചവിട്ടുമ്പോൾ ഇവിടെ വേറൊരു സഹോദരൻ പുറയിൽ നിന്ന് ഗിയർ മാറി ഞങ്ങൾ മീറ്റിംഗ് സ്ഥലത്ത് ചെന്ന് പിന്നെ വർക്ക്ഷോപ്പ് വരെയും കാണിച്ച സമയങ്ങളുണ്ട്. പ്ലേറ്റ് ഒടിഞ്ഞ സമയങ്ങളുണ്ട്, പ്ലേറ്റ് സ്പ്രിങ്. ഞാൻ പറഞ്ഞു ഏതൊക്കെ ആ വണ്ടി അത്ര ഇവിടെ അല്ലാതെ ഓടിയാലും ഒരു കുഴപ്പമില്ല. ടീം വർക്കിന് വേണ്ടി ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം ആംപ്ലിഫയർ കത്തിപ്പോയ സമയങ്ങളുണ്ട്. വന്ന് കത്തിപ്പോയി. 2 സ്പീക്കറിന് വന്ന് ഞങ്ങൾ 2 ആംപ്ലിഫയർ, ഇന്നത്തെ പോലെ പവേർഡ് സ്പീക്കേഴ്സ് ഒന്നുമല്ല, ഒരു ആംപ്ലിഫയർ കത്തിപ്പോയ പിന്നെ ഒരു സ്പീക്കറേ ഉള്ളൂ. ഞങ്ങളുടെ മൈക്ക്, ജനറേറ്ററിലൊക്കെ ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരനെ കൊല്ലത്ത് ടൗണിലൊരു വലിയൊരു അമ്പലമുണ്ട്. ആ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ മീറ്റിംഗ് നടത്തുവാൻ അമ്പല കമ്മിറ്റി സമ്മതിച്ചു. ഭയങ്കര ശക്തിയുള്ളൊരു അമ്പലമാണ്. ആ അമ്പല ഗ്രൗണ്ടിൽ നടത്തിയ സമയത്ത് എന്ത് ചെയ്താൽ ഞങ്ങൾക്ക് തന്ന സമയം 5 മണി തൊട്ട് 7 മണി വരെ, 5:30 6 പോകുന്നു, ജനറേറ്റർ സ്റ്റാർട്ടാകത്തില്ല. അവരാരും ഞങ്ങൾക്ക് കറണ്ട് തരത്തില്ല. കറണ്ട് ഇല്ല, അവിടെ എടുക്കാൻ ഒരു പ്ലഗ് പോയിൻ്റ് ഒന്നുമില്ല, ഒരു ഗ്രൗണ്ടാണ്, അമ്പല ഗ്രൗണ്ടാണ്. ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാത്ത ജനറേറ്റർ. അത് അന്ന് അത്യാവശ്യം പുതിയതായിരുന്ന ജനറേറ്റർ സ്റ്റാർട്ടാകത്തില്ല. ഞാനിരുന്ന് കാർബറേറ്റർ അയക്കുന്നു, നമ്മുടെ വണ്ടിയുടെയൊക്കെ ബൈക്കിൻ്റെയൊക്കെ എല്ലാം അഴിച്ച് പരിചയമുള്ളതുകൊണ്ട് കാർബറേറ്റർ അയക്കുന്നു, തിരിച്ച് ഫിറ്റ് ചെയ്യുന്നു, കാർബറേറ്റർ അയക്കും, തിരിച്ചു. കറണ്ടൊക്കെ കയറും പ്ലസ് ആണെങ്കിൽ ഞാനൊരു സഹോദരനെ അവിടെ നിർത്തി. ആ മീറ്റിംഗ് സമയത്ത് മുഴുവനും മോശ ഇങ്ങനെ കൈ ഉയർത്തി വെച്ച പോലെ ഒരു സഹോദരനെ ആ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ഇങ്ങനെ താഴാതെ പൊങ്ങി ഉയർത്തി പിടിക്കാൻ ഒരു സഹോദരനെ അവിടെ നിർത്തി ഞങ്ങൾ മീറ്റിംഗ് നടത്തി. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ വളരെ വളരെ കഷ്ടം സഹിച്ച് ഞങ്ങളെ ഈ ആന്ധ്രയിൽ ആദ്യം ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു കുടുംബമാണ്, അമ്പലത്തോട് ചേർന്നിരിക്കുന്ന അമ്പലക്കുളം ഫ്രണ്ടിലുള്ള ഒരു കുടുംബമാണ് ഞങ്ങളെ, ഒരു ക്ഷത്രിയ കുടുംബമാണ് ഞങ്ങളെ കൈക്കൊണ്ടത്. ഹിന്ദുക്കളാണ് ആ കുടുംബമാണ് ഞങ്ങളെ കൈക്കൊണ്ടത്.
ക്യാൻസർ നിമിത്തമുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ട്. ഹൈദരാബാദ് പപ്പ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സാക്ഷ്യം. ഹൈദരാബാദിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊണ്ട് ഇനി ഒരു രക്ഷയില്ല, ഭവനത്തിൽ പോയി മരണം വരെ വിശ്രമിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ നിന്നുള്ള ആ റിപ്പോർട്ടൊക്കെ ഞങ്ങളെ കാണിച്ചു. കൈവിട്ടു, ഹോസ്പിറ്റൽ കൈവിട്ടു, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൈവിട്ട്, എയിംസ് കൈവിട്ട റിപ്പോർട്ട് ഞങ്ങളെ കാണിച്ചു. ആ സഹോദരി അത്ര പ്രായമൊന്നുമില്ല, അന്നൊരു 48-50 വയസ്സുള്ള സഹോദരി. ആ സഹോദരിയുടെ മക്കൾ പാസ്റ്റർമാർ വന്നു എന്നറിഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു അർജുനൻ വില്ലൊക്കെ പിടിച്ച ഒരു വലിയൊരു ഭയങ്കര ഒരു വിഗ്രഹം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ അമ്പലക്കുളമാണ്. അവരുടെ മാത്രമുള്ള ഒരു, അവിടെ അങ്ങനെ ആണല്ലോ, ഓരോരോ കൂട്ടം ആൾക്കാരുടെ മാത്രമുള്ള സ്ട്രീറ്റാണ്. ആ ഹിന്ദു കുടുംബമാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് നടത്തി. ഒരു ഉച്ച കഴിഞ്ഞ സമയമായപ്പോഴത്തേക്ക് ആ സഹോദരി സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. ആ സഹോദരി ആ അമ്പലക്കുളത്തിൽ തന്നെ സ്നാനപ്പെട്ടു. അതാണ് 99 ഞങ്ങൾ ആന്ധ്രയിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കോണ്ടാക്റ്റ്, ഞങ്ങളുടെ ആദ്യത്തെ സ്നാനം. ഇത് അന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഒരു ദൈവശബ്ദം കേട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് പോയതാണ്. അത് ചെന്ന് ഞങ്ങൾ ഈ ഗോദാവരിയൊക്കെ കഴിഞ്ഞ് വിശാഖപട്ടണം വരെ ഓടിച്ചു പോകും. വിശാഖപട്ടണത്ത് ഒരു ദേവദാസനെ ഞങ്ങൾക്കറിയാം, പോകുന്ന വഴിക്ക് മീറ്റിംഗ് നടത്തി പോയതാണ്. അല്ല ഞാൻ പറഞ്ഞത്, ദൈവം നല്ല വലിയവനാണ്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങളെപ്പോഴും ഒരു 4-5 പേരുടെ ഒരു ടീമുണ്ട്. ഇവിടെ നിന്ന് അതുപോലുള്ള നല്ല ദൈവദാസന്മാർ, നല്ലതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒന്നിച്ച് നിൽക്കുവാൻ, ഐക്യതയിൽ, കഷ്ടതയിൽ പെറുപെറുക്കാതെ, പായൊന്നും കിട്ടിയില്ലെങ്കിലും തറയിൽ കിടക്കുവാൻ, റെഡ് ഓക്സൈഡ് അടിച്ച സിമെൻറ്റ് കറയിലൊക്കെ കിടക്കുവാൻ മനസ്സുള്ള, എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ, ആഹാരം കിട്ടിയില്ല സ്തോത്രം പറഞ്ഞ് ഡീസൽ ഒഴിക്കണം. അവിടെ എല്ലാം നമുക്ക് ആഹാരത്തിൽ തീർക്കാൻ പറ്റത്തില്ല, ഡീസൽ ഒഴിച്ചാലേ വണ്ടി നീങ്ങത്തുള്ളൂ. ആഹാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സ്തോത്രം പറഞ്ഞ് മുൻപോട്ട് പോകാൻ മനസ്സുള്ള. അതിൻ്റെ ഇടയ്ക്ക് ദൈവദാസന്മാരുടെ ഇടയ്ക്കൊക്കെ ഐക്യത കെട്ടുകയും ഇളകിപ്പോവുകയും ബഹളം ഉണ്ടാക്കുകയും അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് മടക്കി യാത്ര വിടുകയൊക്കെ ചെയ്യേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലപോലെ നിൽക്കുന്ന, ഞാൻ പറഞ്ഞില്ല, ഇത് ഒന്നിച്ച് എല്ലാവരോടും ചേർന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദൈവദാസൻ ഞാൻ ഓർക്കുന്നു, താനിങ്ങനെ ചെറുപ്പക്കാരനാണ്, തൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, നല്ലൊരു ദൈവദാസനാണ്. ആ എൻ്റെ അനിയനും BTH കഴിഞ്ഞ് മണക്കാലയിൽ BTHന് പ്രത്യേകതയുണ്ട്, സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെയാണ്, എന്ന് വെച്ചാൽ UGC അംഗീകരിച്ച. അപ്പം മണക്കാലയിൽ നിന്ന് BTH കഴിഞ്ഞ് വന്നതാണ്. നല്ല സമർപ്പണമുള്ള ദേവദാസ്. വന്നോട്ടെന്ന് പപ്പ ഒരു ടീം വർക്കിന് ഞങ്ങൾ കൊണ്ടുപോയി. എന്ത് ചെയ്താൽ ഇതൊന്നും അല്ല സ്പീക്കർ, അന്നത്തെ സ്പീക്കർ ഇതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി വെയിറ്റ് ഉണ്ട്. 2 പേര് ചേർന്ന് ഒരു ശ്വാസമൊക്കെ പിടിച്ചിട്ട് വേണം നട്ടലൊന്നും പോകാതെ പൊക്കി അതിൻ്റെ സ്റ്റാൻഡ് മേളിൽ കയറ്റി വെക്കാൻ. എല്ലായിടത്തും പണിയുണ്ട്. ആ ദേവദാസ് ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു എടുക്കുക. ഒരു 2-3 പ്രാവശ്യം സ്പീക്കർ പിടി ദേവദാസ എന്ന് പറഞ്ഞു, ബ്രദറെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ബ്രദറെ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പാസ്റ്ററൊന്നും അല്ല, പുള്ളി ജസ്റ്റ് ബൈബിൾ കോളേജിൽ ഇറങ്ങിയുള്ളൂ. രണ്ടാമത് പൊക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ശക്തി വല്ലാതെ ഇച്ചിരി ഒന്ന് നമ്മൾ അണച്ചല്ലേ നിൽക്കുന്നത്. ജനറേറ്റർ കൊണ്ട് വെക്കുന്നു, ഇവർ പൊക്കിയില്ല, തന്നെ പൊക്കി എടുത്ത് കൊണ്ട് വെക്കുന്നു. പൊക്ക ബ്രദറെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചു. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്നോട് പുള്ളി പറയാം, എന്നോടും പപ്പയോട് പറയാം, ഞാനേ BTH മണക്കാലേ. അവരൊറ്റ ടീം വർക്കേ ഞങ്ങൾ പുള്ളിയെ കൊണ്ടുപോയുള്ളൂ, പിന്നെ കൊണ്ടുപോയില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞത് എന്തുവാ, അല്ലല്ലോ, സഹോദരന്മാർ ഒന്നിച്ച് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന നല്ല 1-2 സഹോദരന്മാരുണ്ട്. അവരെല്ലാത്തിലും അവർ പാടും, പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു എല്ലാത്തിലും ഒന്നിച്ച് നിൽക്കുക. അതിലൊരു നല്ല സഹോദരൻ ടീം വർക്കിൻ്റെ ഇടയ്ക്കൊന്ന് പോയാൽ, ചിലപ്പം ചിക്കൻ ബോക്സ് വന്ന അനുഭവങ്ങളുണ്ട്, പനി വന്ന അനുഭവങ്ങളുണ്ട്, അവർക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല, പിന്നെ ബാക്കിയുള്ളവർ വേണം ആ ലോഡ് എടുക്കാൻ. അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വേറെ ഒന്നിനുമല്ല, അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ. ചുരുക്കം പേരേ ഉള്ളൂ, 2, 3, 4 സഹോദരന്മാരേ ഉള്ളൂ, ഒന്നിച്ച് ടീമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ അകത്ത് പൗലോസിനെ സഹായിക്കുന്ന പ്രധാന സഹോദരനായ തിമോത്തിയോസ്, താൻ ട്രെയിൻ ചെയ്ത് എല്ലാ കാര്യത്തിലും, ഞാൻ പറഞ്ഞ ഒരു അന്യദേശമാണ്. ആ ദേശത്ത് അതന്യ, ഗ്രീസ്, ഇന്നും പാപം വസിക്കുന്ന ഒരു സ്ഥലം. അന്നേ ബൈസൻറ്റൈൻ മ്യൂസിയമൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. മുഴുവനും ഏതൻസിലുള്ള ബൈസൻറ്റൈൻ മ്യൂസിയം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അമ്മയും കുഞ്ഞും ഉണ്ടല്ലോ, മാതാവും കുഞ്ഞും, അതിനെ വരെ അവിടെ കാണാം. മഡോണ ദേവി, ഗോഡസ് മഡോണ ആൻഡ് ഹെർ ചൈൽഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. യേശുവിന് മുമ്പുള്ള ഗ്രീക്ക് ദേവിയാണ്. അപ്പം അന്ന് തൊട്ട് ഡയാന ആൻഡ് ഹെർ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ടുള്ള ഈ വിഗ്രഹങ്ങളെല്ലാം ഉള്ള അഥേനിയയിൽ പോരിട്ട് നിൽക്കുമ്പോൾ തിമോത്തിയോസിനെ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഇന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജമ്മു വരെ വേണേലും ഒരാളെ പ്ലെയിനിൽ വിട്ടിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ നമുക്ക് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാം. അന്ന് അങ്ങനെ വല്ലതും ആണോ? തിമോത്തിയോസിനെ തെസ്സലോനിക്ക ദേശത്തേക്ക് വിട്ടാൽ താൻ പോയി പോർട്ടിൽ പോയി കാത്തിരുന്ന് 1 മാസമൊക്കെ കാത്തിരുന്ന് 2 ആഴ്ച കാത്തിരുന്ന ഒരു കപ്പൽ വന്ന് അത് വേറൊരു പ്ലേസിൽ പോയി പോർട്ടിൽ പോയി, അങ്ങനെയൊക്കെയല്ല, ഡയറക്റ്റ് കപ്പലുകളില്ല. തെസ്സലോനിക്കയിൽ പോയാൽ പിന്നെ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും താൻ എന്ത് ചെയ്യുന്നത്, മടങ്ങി വരുന്നത്. അപ്പോൾ അത്രയും നാൾ ടീം വർക്കിനില്ല. ഇനി നിങ്ങൾ ആ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും.
ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അധ്യയനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് സഹിച്ചുകൂടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പറ്റത്തില്ല, ടീം വർക്ക് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. തിമോത്തിയോസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവിടെ എല്ലാം മുടക്ക് വരും. അത് ഞങ്ങൾ ചെയ്താലും ഓരോരുത്തർക്കും ഓരോ വരമാണല്ലോ, ഓരോ വിളിയാണല്ലോ, ശുശ്രൂഷയുടെ ഓരോ ഭാഗമാണല്ലോ ഓരോരുത്തരെ ദൈവം ട്രെയിൻ ചെയ്തിരിക്കുന്നത്. തിമോത്തിയോസ് പോയാൽ ടീം വർക്ക് വലിയ കഷ്ടത്തിലാവും. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ സഹിച്ചുകൂടാൻ വയ്യ. അത് ഓർത്തിട്ട് ഞങ്ങൾക്ക് ഓർക്കാൻ പോലും അതിനെപ്പറ്റി പോയി. ഒരു വർഷം തിമോത്തിയോസ് ഞങ്ങളോട് ഇല്ല എന്നുള്ള കാര്യം, വിശ്വസ്തനായ തിമോത്തിയോസ് ഞങ്ങളോട് ഇല്ല എന്നുള്ള കാര്യം ഓർക്കാൻ പോലും വയ്യ. എങ്കിലും നിങ്ങൾ വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. തെസ്സലോനിക്ക സഭയോട് പറയും, നിങ്ങൾ വളരെ കഷ്ടതയിൽ കൂടെ ആ സമയത്ത് നിങ്ങളെ വന്ന് എൻകറേജ് ചെയ്യുവാൻ ഞങ്ങളുടെ കൂടെ പ്രാപ്തനായുള്ള എൻ്റെ പകരം തിമോത്തിയോസിനെ ഞാൻ അങ്ങോട്ട് അയക്കുമ്പോൾ. രണ്ടാമത്തെ വാക്യം, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും ഞങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. ഇവിടുത്തെ ഒരു വലിയ ഡ്യൂട്ടിയാണ് നമ്മൾ കാണുന്നത്. തിമോത്തിയോസിനെ ഞാൻ അങ്ങോട്ട് അയക്കുക, എന്തിന് പ്രബോധിപ്പിക്കുവാൻ? നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, ടു എസ്റ്റാബ്ലിഷ് യു എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ നിങ്ങളെ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ, വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിക്കുവാൻ. അപ്പം ആദ്യം ക്ഷീണം വരുന്ന ഏരിയ എവിടാ? ശരീരത്തിലൊന്നുമല്ല, മനസ്സിലൊന്നുമല്ല. വിശ്വാസം കുറയുമ്പോഴാണ് മനസ്സും ശരീരവും ക്ഷീണിക്കുന്നത്, കർത്താവിനോടുള്ള ആ ആത്മാർത്ഥത കുറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ മടുപ്പ് വരുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നത് അപ്പം നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലേ? പണ്ട് ഞാൻ, പലരും സാക്ഷ്യം പറഞ്ഞു, പണ്ട് ഞാൻ വന്ന സമയത്ത് എനിക്ക് വലിയൊരു രോഗം വന്നു, ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഞാൻ വലിയൊരു കഷ്ടത്തിലകപ്പെട്ടു, അവിടെ മനുഷ്യരിൽ ആശ്രയിച്ചില്ല, ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. എൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ട സമയത്ത് കർത്താവ് എന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന അതേ വിശ്വാസികളെ 10 വർഷം കഴിഞ്ഞ്, 20 വർഷം കഴിഞ്ഞ്, 30 വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന? തണുത്ത അവസ്ഥയിൽ, ഇല്ലേ? തണുത്ത അവസ്ഥയിൽ, മടുപ്പിൻ്റെ അവസ്ഥയിൽ. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കൈ കൊടുത്ത് എങ്ങനെയുണ്ട് സഹോദരി സഹോദരൻ ചോദിച്ചാൽ, ചിലരൊക്കെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട് ചിരിക്കാൻ കഴിയാത്ത തന്നെ. പിന്നെ കൂടുതൽ ചോദിച്ചാൽ നമ്മൾ ചോദിച്ചല്ലോ എന്നായിപ്പോൾ. ഇങ്ങനെയുള്ളവരോട് വിശേഷം ചോദിച്ചാൽ, മടുത്തിരിക്കുന്നവരോട് വിശേഷം ചോദിച്ചാൽ, ഞാൻ ചില ദൈവദാസന്മാരോട് പോലും സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെയാണ് പിന്നെ വിശ്വാസികളെ ബലപ്പെടുത്തുന്നത്? മടുത്തു പോകുന്നു ശുശ്രൂഷയിൽ, വിശ്വാസികൾ മടുത്തു പോകുന്നു. എന്തുവാ സംഭവിക്കുന്നത്? മൂർച്ചയാക്കേണ്ടത് എന്തുവാ? സ്തോത്രം, ഹല്ലേലൂയ. കത്തി എങ്ങനല്ലേ? ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആയുധങ്ങളും അങ്ങനല്ലേ? സ്തോത്രം. ഏതൊരു വിഷയത്തിൽ നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യണേ, എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. ഞാൻ എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, നല്ല നല്ല ഒത്ത ശരീരമുള്ള, നല്ല ഹൈറ്റും ഒക്കെ ഉള്ള, ബുള്ളറ്റ് സ്ഥിരം ഓടിച്ചുകൊണ്ട് നടക്കുന്ന നല്ല ശക്തരായ, അന്നത്തെ കാലത്തൊക്കെ പഴയ ബുള്ളറ്റാണ്, അതിന് വെയിറ്റ് ഉള്ളതാണ്, ഓടിച്ചു നടക്കുന്ന ദൈവദാസൻ. താൻ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. ചില മാസങ്ങൾ ആദ്യം ഞങ്ങളൊന്ന് പോയി കണ്ടു, പിന്നെ ഞാനും പപ്പയൊക്കെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ കണ്ടപ്പോൾ തൻ്റെ വല്ലാതെ ഒടിഞ്ഞ ഒരു കൈയും കാലും, മറ്റുള്ള കൈയും കാലിനേക്കാൾ ഈ അധികം അനക്കാതിരുന്ന കൈയും കാലും അങ്ങ് ശോഷിച്ച് ആ മസിൽസ് എന്ത് ചെയ്തു? ചുരുങ്ങിപ്പോയി. ഈ ബ്രെയിനിന് ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഷ്രിങ്കേജ് ഓഫ് ബ്രെയിൻസ് എന്ന് പറയും. അത് എന്ത് ചെയ്യും? ബ്രെയിൻ മസിൽസ് ഉണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഓരോ കാര്യവും നമ്മുടെ ഓർമ്മയൊക്കെ എങ്ങനെയാണ്? നമ്മൾ അതിനും എക്സസൈസസ് ഉണ്ട്, മെമ്മറി പവർ കൂടാനുള്ള എക്സസൈസസ് ഉണ്ട്. ബ്രെയിൻ മസിൽസ് പോലും എക്സസൈസ് ചെയ്യണം. നമ്മുടെ കൈയും കാലും ഒക്കെ ഞങ്ങൾ പല അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു ആക്സിഡൻറ്റോ തളർന്ന് കിടക്കുന്നവരൊക്കെ നമ്മൾ പലപ്പോഴും ചെന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അല്ലായിരുന്നു അവർ നേരത്തെ. അവർ പഴയ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല മസിൽസും, എന്ന് വെച്ചാൽ ശരീരം വർക്ക് ചെയ്യാനുള്ള മസിൽസും കാലൊക്കെ നല്ല മസിൽസും ഒക്കെ ഉണ്ടായിരുന്നവർ അവിടെ പിന്നെ അങ്ങ് അസ്ഥി മാത്രമാകാനുള്ള കാരണം എന്നാ? അത് കുറച്ച് നാൾ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ മസിൽസ് അങ്ങ് ചുരുങ്ങി അതിലോട്ട് രക്തം ഓടാതെ വരും. ആ മസിൽ മാസ് എന്ന് നമ്മൾ പറയും. ആ മസിൽ മാസ് അതാണ് ഉള്ളത്. ആ മസിൽ മാസ് എന്ത് ചെയ്യും? ഇല്ലാതായിപ്പോവും, ഒട്ടുമില്ലാതായിപ്പോവും, ഒട്ടും വർക്ക് ചെയ്തില്ല. അതുപോലെ വിശ്വാസമില്ലേ? വിശ്വാസവും പ്രത്യാശയും
കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത അപ്പം പ്രത്യാശ കൂടാനുള്ള കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. ഹല്ലേലൂയ. ലോകത്തിൽ പ്രത്യാശ വെച്ചാൽ ഇത്രമേ ഉള്ളൂ, അത് വേദന മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകുവാനുള്ള കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. അതുപോലെ തന്നെ വിശ്വാസം വർദ്ധിക്കുവാൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് വരാതിരിപ്പാൻ, ഇവിടെ അതല്ലേ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ എന്ത് ചെയ്യുന്നു? വിശ്വാസം സംബന്ധിച്ച് നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ കുലുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഉറപ്പുള്ള വിശ്വാസം, ആടി ഹല്ലേലൂയ പതറാതെ കുലുങ്ങിപ്പോകാതെ. ചില സ്ഥലത്തൊക്കെ പറയുന്നില്ല ടു എസ്റ്റാബ്ലിഷ് യു ആൻഡ് എൻകറേജ് യു കൺസേണിങ് യുവർ ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ടു എസ്റ്റാബ്ലിഷ് യു, നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ. നല്ല അടിസ്ഥാനമുള്ള ബിൽഡിംഗ് എന്ത് ചെയ്യത്തില്ല, ഏത് ഭൂമികുലുക്കം വന്നാലും, ഹല്ലേലൂയ, ഏത് കഷ്ടതയുടെ കാറ്റ് വന്നാലും, ഏത് സാത്താൻ്റെ പദ്ധതികൾ വന്നാലും നിങ്ങൾ കുലുങ്ങിപ്പോകത്തില്ല. അപ്പം വിശ്വാസത്തിലും പ്രത്യാശയിലുമൊക്കെയാണ് ബലപ്പെടേണ്ടത്. ഇവിടെ കഷ്ടതയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ഒരു സുവിശേഷകൻ്റെ ഡ്യൂട്ടിയാണത്, ഒരു ഇടയൻ്റെ ഡ്യൂട്ടിയാണ്. ഒരു ദൈവദാസനെ ഒരു സ്ഥലത്തോട്ട് അയക്കുന്നത് എന്തിനാണ്? ഒത്തിരി ദൈവദാസന്മാർ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്നുണ്ട്, പല രാജ്യങ്ങൾ പോകുന്നുണ്ട്. ആ ദൈവദാസന് ചിലപ്പം 1-2 ദിവസമായിരിക്കും ആ രാജ്യത്തിൽ ശുശ്രൂഷ, ആ സംസ്ഥാനത്തിൽ പോകുമ്പോൾ വേറൊരു സംസ്ഥാനത്തിൽ പോകുമ്പോൾ ശുശ്രൂഷ. അവിടെയൊക്കെ എന്തുവാ ദൈവദാസൻ ചെയ്യേണ്ടത്? ഇവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസം സംബന്ധിച്ച് അവരെ സ്ഥിരപ്പെടുത്തുവാനും പ്രബോധിപ്പിക്കുവാൻ. അതാണോ ഇന്നത്തെ ദൈവദാസന്മാർ ചെയ്യുന്നത്? വിശ്വാസം സംബന്ധിച്ചാണോ പ്രബോധിപ്പിക്കേണ്ടത്? ഒരു കോർഡ്ലെസ് മൈക്കും എടുത്തോട്ട്, നമ്മൾ പിന്നെ ഈ കോർഡ്ലെസ് മൈക്ക് ഇതിനെ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ കിടന്ന് എനിക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല, ഓടാൻ സ്ഥലവും ഇല്ല ഇവിടെ. സ്തോത്രം. ഇന്ന് എന്തുവാ കാണുന്നത്? നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, നിങ്ങളൊക്കെ പല സഭകളിൽ നിന്ന് വന്നതല്ലേ. ഞങ്ങൾ മാവേലിക്കര ഒരു കൺവെൻഷന് ഞങ്ങൾ നോക്കും, പല കൺവെൻഷൻ ഇപ്പോൾ ഈ റോക്ക് ബാൻഡ്സിന് ചെയ്യുന്ന പോലെ ടീ പോലാണ്. ആ സ്റ്റേജ് കഴിഞ്ഞ് ജനത്തിൻ്റെ ഇടയ്ക്കോട്ട് ഓടാൻ വേണ്ടി ഒരു റോക്ക് സ്റ്റാർസ് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൻ്റെ ഇടയ്ക്കോട്ട് ഓടിയിട്ട് പിന്നെ ജനങ്ങളുടെ മണ്ടയ്ക്കോട്ട് എടുത്ത് ചാടുക ഒക്കെ ചെയ്യുന്ന പല കലാപരിപാടികൾ കണ്ടിട്ടില്ലേ? അതുപോലെ ജനങ്ങളുടെ ഇടയ്ക്കോട്ട് ഈ കോർഡ്ലെസ് മൈക്ക് കൊണ്ട് ഓടാൻ ഈ സഹോദരന്മാരെ ഇടയ്ക്ക് ഒരു ടീ പോലെ ഉണ്ടാക്കി വെച്ചേക്കും. ഒരു മാവേലിക്കര ഒരു കൺവെൻഷൻ ടീ ഇല്ലായിരുന്നു, അതുണ്ടാക്കിയില്ല. അതുകൊണ്ട് ആ ദൈവദാസൻ ഞങ്ങൾ നോക്കിയപ്പോൾ ആ കോർഡ്ലെസ് മൈക്കും കൊണ്ട് സ്റ്റേജിന് അവിടെ കിടന്ന് ഓടിയിട്ട് അവിടെ നിന്ന് എടുത്ത് താഴോട്ട് എടുത്ത് ചാടി. ഇച്ചിരി കഴിഞ്ഞ് പിന്നെ പുള്ളി ഓടി പിന്നെ സ്റ്റേജിൽ മൈക്കിൻ്റെ തോടും. ഈ വചനത്തിൽ ഉറപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ചാടാനും ഓടാനും ഒക്കെ നല്ലപോലെ അറിയാം. ഹൈ ജമ്പിനും ലോങ് ജമ്പിനും ഒക്കെ മെഡൽ കിട്ടിയിട്ടുണ്ട്. മെഡലൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്, മെഡലും സർട്ടിഫിക്കറ്റും. ഞങ്ങൾ 2 പേരും സ്പോർട്സിന് മോശമല്ല, ഞങ്ങൾക്കൊക്കെ മെഡലുണ്ട്. ചാടിയാലും ഓടിയാലും ഇവിടെ കിടന്ന് തുള്ളിയാലും അമറിയാലും കൂവിയാലും തുപ്പൽ തെറിപ്പിച്ചാലും എൻ്റെ തൊണ്ട അടയ്ക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ കിടന്ന് അമറിയാലും ഒന്നും നിങ്ങളെ സ്ഥിരപ്പെടത്തില്ല ദൈവമക്കളെ. നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെങ്കിൽ ഹല്ലേലൂയ അതിന് വചനമാണ് ആധാരം, അല്ലേ? നിങ്ങളെ ശുദ്ധീകരിക്കുന്ന വചനമാണ് ആധാരം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ബാലിൻ്റെ പ്രവാചകന്മാർ കാണിച്ച ഒരു പരിപാടിയും കാണിക്കേണ്ട. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വരുവാൻ ഏലിയാവ് എങ്ങനെ ശുശ്രൂഷ എന്ന് ബൈബിളിൽ എത്ര വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബാലിൻ്റെ പ്രവാചകന്മാർ കാണിച്ച ഒരു കലാപരിപാടികളും ഏലിയാവ് കാണിച്ചോ? ബാഹ്യമായ കാര്യങ്ങൾ നോ. കാണിച്ചത് ഹല്ലേലൂയ വീണ് കിടക്കുന്ന കല്ലുകൾ 12 കല്ലുകളും എടുത്ത് നേരെ വെച്ചു. പ്രമാണപ്രകാരം യാഗപീഠം പണിതു. എന്നാൽ മാത്രമേ തീ വരത്തുള്ളൂ ദൈവമക്കളെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രമാണപ്രകാരം നിങ്ങളുടെ ഹൃദയമെന്ന യാഗപീഠം പണിയപ്പെടുമ്പോൾ തീ കത്തും. അഭിഷേകത്തിനായി കാത്തിരിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം. വേറെ ഒന്നും അതിനു വേണ്ടി ചെയ്യണം. ഇവിടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഓടുകയും നിങ്ങളുടെ തല പിടിച്ച് കുലുക്കുകയും ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വരും. ദൈവദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരിയാണ്, നിങ്ങൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ശക്തിയും കൂടും. ഹല്ലേലൂയ വ്യാപരിക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കാൻ എളുപ്പമാണെന്നുള്ളതൊരു സത്യമാണ്. എങ്കിൽ പോലും അതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഒരു മാനുഷിക കാര്യവും നിങ്ങളെ തൊടാതെ തന്നെ ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ യാഗപീഠം കെട്ടുപണി ചെയ്യപ്പെടുമ്പോൾ സ്വർഗീയ തീ ഇറങ്ങും. വിശ്വസിക്കുന്നോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്കെല്ലാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ഹല്ലേലൂയ അതിനുവേണ്ടിയാണ് ഞാൻ ദൈവദാസനെ അങ്ങോട്ട് അയക്കുന്നത്. 3-ാമത്തെ വാക്യം.
നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്ന കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. യു ആർ അപ്പോയിൻറ്റഡ് ടു സഫർ ഫോർ ഹിസ് നെയിം എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ, യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ CEO ഓഫ് ദ കമ്പനി എന്നൊക്കെ പറയുന്ന പോലെ അത് വലിയ ഇഷ്ടമാണ് നമുക്ക്. കൗൺസിലർമാരുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിലൊക്കെ മെമ്പർമാരെന്ന് പറയും. ഇവിടെ കോർപ്പറേഷൻ ആയതുകൊണ്ട് മെമ്പറിൻ്റെ പേര് ഇവിടെ കൗൺസിലർ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ കൗൺസിലർമാരുടെ തിരഞ്ഞെടുപ്പാണ്. ഇവിടെ സ്റ്റേഡിയം ഡിവിഷൻ എന്ന് പറഞ്ഞ ഡിവിഷനുണ്ട്. ഇച്ചിരി വലിയ ഏരിയമാണ്, ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. സ്റ്റേഡിയം ഡിവിഷനിൽ മത്സരിക്കുന്ന 3-4 പേരും ശക്തരായ ആൾക്കാരാണ്, വലിയ ആൾക്കാരാണ്. എല്ലാം കൂടെ കിടന്നങ്ങ് മത്സരിക്കുക. അവസാനം ഒരാളെ എന്ത് ചെയ്യത്തുള്ളൂ? രാജ്യം ഓരോരുത്തരെ ഇൻ്റർനാഷണൽ സ്ഥാനാപതിയായിട്ട്, അംബാസിഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും, ഇല്ലേ? അതൊക്കെ വലിയൊരു സ്ഥാനമാണ്. ദൈവം നമ്മളോട് പറയുക, എനിക്ക് വേണ്ടി എൻ്റെ നാമം നിമിത്തം കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങളെന്ന് ഞാൻ പറയത്തില്ല, വ്യക്തിപരമാണ്. ചിലർ ഇതും ഏറ്റെടുക്കത്തില്ല, അവരെ ദൈവം വിട്ടിരിക്കുക. അല്ലല്ലേ? ഇവിടെ സന്തോഷമായിട്ട് സൂചിച്ചങ്ങ് താമസിച്ചു. പൗലോസിനെ വിളിച്ചോണ്ടേ ശൗലായിരുന്നപ്പോൾ പ്രവാചകനിൽ കൂടെ അനന്യാസിൽ കൂടെ പറഞ്ഞു എന്തുവാ? അനേക കഷ്ടങ്ങൾ ഇവനെ എനിക്ക് വേണ്ടി സഹിക്കേണ്ടി വരും. അല്ലല്ല, ഞാൻ അവനെ കാണിച്ചു കൊടുക്കുമെന്ന് അവനോട് പറയുവാൻ. അതാണ് ദൈവം അനന്യാസിന് കൊടുത്ത ദൂത് പൗലോസിനോട് പറയുവാൻ. അപ്പോൾ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? അനേക കഷ്ടങ്ങൾ കർത്താവിന് വേണ്ടി സഹിക്കേണ്ടി വരും എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നമ്മളോടും ഇത് പകൽക്കാലം എടുത്ത തെസ്സലോനിക്ക സഭയോട് പറയുന്ന പോലെ തന്നെ, യു ആർ അപ്പോയിൻറ്റഡ് ടു സഫർ ഫോർ ഹിസ് നെയിം. യേശുവിൻ്റെ നാമം നിമിത്തം ചുമ്മാതെ പോയി എന്തെങ്കിലും കഷ്ടതയോ നമ്മൾ തന്നെ ചില കഷ്ടത വരുത്തി വെച്ചാലും അതൊന്നും അല്ല ഇവിടെ എഴുതിയേക്ക്. യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദേശശക്തി എതിരാവും, കുടുംബക്കാരെതിരാവും, കൂട്ടുകാരെതിരാവും, ജോലി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴും നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ട് സൗമ്യതയുടെ ആത്മാവിൽ, സ്നേഹത്തിൻ്റെ ആത്മാവ്, അങ്ങനെയല്ല ബൈബിൾ പറഞ്ഞത്, കഴിയുന്നത്രയും എല്ലാവരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ചു കൊള്ളാൻ. അല്ലല്ലേ? അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡുണ്ട്. ശദ്രക്കും മേശക്കും അബേദ്നെഗോഗും യേശു അവർക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ കാരണം അവരുടെ ഒരു സ്റ്റാൻഡുണ്ട്. അവരെ അതിനുവേണ്ടി ബലപ്പെടുത്തി. വിശ്വാസമാണ് കാരണം. കർത്താവ് ഞങ്ങളെ കൈവിടത്തുള്ളെന്നുള്ള പഴയ നിയമമാണെങ്കിൽ പോലും പഴയ നിയമ ഭക്തരെക്കാളൊക്കെ എത്ര അധികം അളവ് ആത്മാവും വിശ്വാസവും നമുക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ വിളി അതാണേ. പ്രൈസ് ലോർഡ്. പഴയ നിയമ ഭക്തരെക്കാൾ കൂടുതൽ വിശ്വാസം, കൂടുതൽ പ്രത്യാശ, കൂടുതൽ വെളിപ്പാടുകൾ. അവർക്കൊന്നും വ്യക്തമല്ല, അവർക്കെല്ലാം ഒരു മൂടുപടം പോലായിരുന്നു. ബൈബിൾ പറയുന്നില്ലേ, അവർക്ക് ഒരു തിമിരം പോലായിരുന്നു, കണ്ണിനൊരു മൂടുപടം പോലായിരുന്നു. ക്രിസ്തുവിൽ കൂടാണ്, മോശയുടെ പ്രമാണത്തിലും മോശയിൽ കൂടുള്ള മൂടുപടം കൊരിന്ത്യർ ലേഖനത്തിൽ സഭയോട് പറഞ്ഞു, യേശുവിൽ കൂട്, ക്രിസ്തുവിൽ കൂടാണ് ആ കർട്ടൻ മാറ്റിയത്. ആ വെളിപ്പാടുകൾ വ്യക്തമായി. നമുക്ക് എത്ര വ്യക്തമാണ്? എന്നെ വിളിച്ചിരിക്കുന്ന യേശുവിൻ്റെ മണവാട്ടിയായിട്ടാണ്. ഇപ്പം നമ്മൾ ആണും പെണ്ണും ഒക്കെ ആയിട്ടായിരിക്കും, പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ കാണും, പല ഭാഷക്കാർ കാണും. പക്ഷെ സ്വർഗത്തിൽ ഹല്ലേലൂയ ഒരു സ്ഥാനമേ ഉള്ളൂ, യേശുവിൻ്റെ മണവാട്ടിയായിട്ട്, ക്രിസ്തുവിൻ്റെ സഭയായെന്ന്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടി നിത്യം വാഴുവാൻ അതിനുവേണ്ടിയാണ് നിങ്ങളെയും എന്നെയും ഒരുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒത്തിരി ഡെഡിക്കേഷൻ വേണം, ഒത്തിരി സമർപ്പണം വേണം. ഈ ജോലിയും പല സ്ഥലത്ത് താമസിക്കുന്നത്, വീട്, വണ്ടി തൊട്ടുള്ള എന്ത് വിഷയവും, ഇതൊക്കെ വണ്ടി എന്തിനാ? ഒരു സ്ഥലത്ത് നമ്മളെ ഒരു സ്ഥലം തൊട്ട് ഒരു സ്ഥലം വരെ കൊണ്ടുപോകാൻ, അത്രയോ. വീട് എന്തിനാ? മഴയും വെയിലും മഞ്ഞും ഒന്നും കൊള്ളാതെ നമ്മളത് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. താൽക്കാലികമാണ്, പരദേശികളാണ്. അതിനുവേണ്ടി നമ്മുടെ ജഡത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരുന്നതിൽ പോലും അപ്പോസ്തലൻ പറഞ്ഞത് അതിനെ അങ്ങ് ക്രൂശിച്ചു കൊള്ളാൻ. ശമ്പളമൊക്കെ എന്തിനാ? ഈ പറയുന്ന വാടകയോ വീടിൻ്റെ EMI ആഹാരമൊക്കെ കഴിക്കണ്ടേ? അതൊക്കെ എല്ലാം നമുക്ക് ഒരു മിതമാക്കണം. അവിടെ ഒന്നും ലോകമനുഷ്യരെ പോലെ ഒരു വെപ്രാളവും ഒരു ആക്രാന്തവും ഒരു അത്യാഗ്രഹവും ഒക്കെ വന്നാൽ പിന്നെ ഈ പറയുന്ന വിശ്വാസവും പ്രത്യാശയും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ആത്മാവനാൽ എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകസ്നേഹവും ജഡമോഹവും ഇവിടെയൊക്കെ ഒരു മാറ്റം പറഞ്ഞപ്പോൾ തെസ്സലോനിക്ക സഭ വളരെയധികം കഷ്ടതയെക്കൂടി കടന്നു പോകും, വളരെയധികം കഷ്ടതയെക്കൂടി കടന്നു. നമ്മളൊക്കെ ഈ കഷ്ടതയെക്കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മുടെ വിളിയൊന്ന് ഓർക്കുന്നത്, ഇല്ലേ? എല്ലാം നന്നായിട്ട് പോകുമ്പോൾ സാത്താൻ്റെ 2 പദ്ധതികളാണ്. ഒന്ന്, നമ്മളെ ഇതുപോലുള്ള കഷ്ടതയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വന്ന് ദൈവം അനുവദിക്കുന്ന തീച്ചൂളയിൽ കൂടെ മാത്രമേ ഒരു ദൈവ പൈതൽ കടന്നു പോകത്തുള്ളൂ. അറിയാമല്ലോ, സാത്താനല്ല പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്, കഷ്ടത കൊണ്ടുവരുന്നത് ആരാണ്?
നമ്മളെ തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടി കടത്തിവിടുന്നത് ദൈവമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. എത്ര വട്ടം അപ്പോസ്തലൻ ആ കാര്യങ്ങൾ വചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവമാണ്. ദൈവം അറിയാതെ ആർക്കും ഒരു മുടി പോലും പൊഴിയത്തില്ലെന്നല്ലേ വചനം പറയും. നിങ്ങളുടെ രോമം പോലും മുടി പോലും എന്ത് ചെയ്യുന്നു? എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് കർത്താവ് നമ്മളെ കരുതുന്നത്. കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയല്ലേ നമ്മൾ. അങ്ങനെ നമ്മളെ കരുതുമ്പോൾ, കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ പൊതിഞ്ഞു മറയ്ക്കുമ്പോൾ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകൾ, നിന്ന പ്രശ്നം, നമ്മളങ്ങ് പിരിയിളക്കുവാൻ നമുക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ മാനസിക ലോഡും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കൂടെ കടത്തി വിടുമ്പോൾ മനുഷ്യനല്ലേ നമ്മളങ്ങ് പിരിയിളകും. അയ്യോബിൻ്റെ ഭാര്യയെപ്പോലെ, അയ്യോബിൻ്റെ ഭാര്യയും ഒരു നല്ല വിശ്വാസിയായിരുന്നു കേട്ടോ. അയ്യോ, അവരുടെ മാനസിക സ്റ്റെബിലിറ്റി പോയപ്പോഴായിരിക്കും അവരിങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ഏതമ്മയാണ് സഹിക്കുന്നത്? ബിൽഡിംഗ് വീണു, മക്കളെല്ലാം ഇരുന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുമായിരുന്നു, അവരുടെ എല്ലാം മേളിൽ വീണു, മരിച്ചു. ഒരാഴ്ച മുഴുവൻ സമ്പാദിച്ചത് പോയി. കൂടെ മക്കൾ പോലും ദാസിദാസന്മാരെങ്കിലും നിൽക്കുമെന്ന് ചോദിച്ചാൽ അവരും മരിച്ചു. അവരിരുന്ന വീടും എല്ലാം ചില ദിവസങ്ങളുടെ അകത്ത് തകർന്ന് ഏത് സ്ത്രീ പോട്ടെ, പുരുഷൻ പോട്ടെ, മനുഷ്യജന്മമാണോ? മനസ്സിൻ്റെ സ്റ്റെബിലിറ്റി പോകത്തില്ലേ? എല്ലാം പോയി. നല്ലപോലെ ജീവിച്ചിരുന്നവർ എല്ലാം പോയി. അന്ന് അതിനൊരു കാരണമുണ്ടോ? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒന്നുമില്ല. അതാണ് ഇയ്യോബ് ഇരുന്ന് ചിന്തി കൂട്ടുകാർ ഓരോന്ന് പറയുമ്പോൾ ഇയ്യോബിന് ഇതുപോലൊരു പണിഷ്മെൻ്റ് എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ എന്ത് ചെയ്തു? അത് പണിഷ്മെൻ്റ് അല്ല. പരീക്ഷകളും പരിശോധനയും ഒന്നും പണിഷ്മെൻ്റ് അല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മളെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്തുവാ? കൂടുതൽ ശോഭയുള്ളവരാക്കി തീർക്കുവാൻ നമ്മുടെ വിശ്വാസം ശരിക്കുള്ളതാണോ അല്ലയോ എന്ന് അതിൻ്റെ പരിശോധന, സ്തോത്രം, അവിടെയൊക്കെ നമ്മൾ തെളിവായി വരണം. അതൊന്നും പണിഷ്മെൻ്റ് അല്ല. സഹോദരി പറഞ്ഞു പോയില്ലേ, ഇപ്പോഴും സത്യവും പിടിച്ചുകൊണ്ട് നിൽക്കുവാണോ? ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യേ? നീയും പോയി. അപ്പോഴും എന്തോ ഇയ്യോബ് പറഞ്ഞത്? ഹല്ലേലൂയ. അതാ ഒരു വിശ്വാസം. നമ്മൾ മാനസികമായിട്ട് അപ്പോൾ നമ്മുടെ കഷ്ടതയെ കൂടി ചെവിയിൽ ഓരോന്ന് വന്ന് സാത്താൻ പറയും. അതിനെ ജയിക്കണം. കൺഫ്യൂഷൻ്റെ ആത്മാവ്, പല മാനുഷിക ആലോചനകൾ ആ സമയത്ത് പലരെ ദൈവം ഉപയോഗിക്കും. ചില ദൈവമക്കളെ ഉപയോഗിച്ചതിരിക്കും, പരിശുദ്ധാത്മാവ് വിട്ടുപോയ ദൈവദാസന്മാരെ ഉപയോഗിച്ചതിരിക്കും. നമ്മളെ കൺഫ്യൂസ് ചെയ്യുവാൻ പലരെ ദൈവം ഉപയോഗിക്കും. I have a direct relationship with God. എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. എന്നോട് എന്തെങ്കിലും ദൈവത്തിന് പറയാനുണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? നേരിട്ട് ഇടപെടും. നമ്മൾ പുതിയ ദൈവ ഭക്തരല്ലേ, ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. യേശു എന്നോട് നേരിട്ട് ഇടപെടും, എന്നോട് സംസാരിക്കും. ആ ഒരു ഉറപ്പിൽ കൂടി കടന്നു പോകണം. ഈ തെസ്സലോനിക്കർ സഭ രണ്ടാമത് പിശാച് ചെയ്യുന്ന വലിയൊരു തന്ത്രമാണ്, ആവശ്യത്തിലും അധികം നമുക്കത് തരും. എന്നിട്ട് ലോകത്തിൻ്റെ ആഡംബരത്തിലും അതിൻ്റെ ലക്ഷറിയിലും ഒക്കെ ജീവിച്ച് നമ്മളൊരു ആൾക്കാർ നമ്മളെ പുകഴ്ത്തി ഇങ്ങനെ ചീർത്തൊരു പരുവത്തിലായിട്ട് പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ മനസ്സില്ലാതെ എന്തെങ്കിലും ഇച്ചിരി കണ്ടാൽ ഇളകിപ്പോകുന്ന ഒരു മാനസിക സ്വഭാവമുണ്ടല്ലോ നമുക്ക്. അങ്ങനെ ഒരു പരുവത്തിൽ. അപ്പം ഹല്ലേലൂയ, ഇത് രണ്ടും സാത്താൻ കൊണ്ടിരുന്ന പരിപാടിയാണ്. അവിടെ എല്ലാം ജയിച്ച് നിൽക്കുവാൻ തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചു. അവരുടെ കഷ്ടത, ആ ഒരു നല്ല ആത്മാവുള്ള ഒരാൾക്ക്, നല്ല ആത്മാവിൽ ശക്തനായ ഒരാൾക്ക് മാത്രമേ കഷ്ടതയുടെ മധ്യത്തിൽ പ്രബോധിപ്പിച്ച് അവരെ ബലപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ വല്ലാത്ത കഷ്ടതയിൽ ഞാൻ പോയി എനിക്ക് അവരെ ആ ഒരു ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ കൗൺസിലിങ്ങും തിയോളജിയും ഒക്കെ പഠിച്ചാൽ നിങ്ങളൊക്കെ വെച്ചോ. പക്ഷേ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഞാനൊരു മാനസിക മോട്ടിവേഷനിൽ എല്ലാം ശരിയാവും കേട്ടോ. മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പറയും കീപ് ഗോയിങ്, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ചില സ്ഥിരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം ഉടനെയാണ് പറയും ഇറങ്ങിപ്പോ പാസ്റ്റർ, ഞങ്ങൾക്ക് ഇത്രയും കഷ്ടത വന്നിരിക്കുമ്പോൾ ഞങ്ങളോട് എല്ലാം ശരിയാവും. ഞങ്ങൾ ബുദ്ധിയിലുള്ള ആലോചന പറഞ്ഞാൽ എറിക്കത്തില്ല. ബുദ്ധിയിലുള്ള ആലോചന പറഞ്ഞാൽ അവരെ ഇളകും ഒന്നോട്. ഞങ്ങൾ ഇത്രയും കഷ്ടതയുടെ തീശൂതരം വന്നിരിക്കുമ്പോഴാണോ ഞങ്ങളോട്? പക്ഷെ അവിടെ ആത്മാവിൽ കൂടെ അവരോട് ഹൃദയംഗമായിട്ട് ഇടപെട്ടാൽ അവരാശ്വാസം പ്രാപിക്കും, അവർ ബലം പ്രാപിക്കും, അവർക്ക് വിശ്വാസത്തിലൊരു വർധനവുണ്ടാകും. അങ്ങനെ വിടാൻ പറ്റിയ ഒരു ദൈവദാസനെയാണ് ഇവിടെ നിന്ന് വിട്ടത്. സങ്കീർത്തനക്കാരൻ തൻ്റെ കഷ്ടതയെ പറയുന്ന ഭാഗം നമുക്കറിയാം. പെട്ടെന്നൊന്ന് വായിക്കാം. 119 സങ്കീർത്തനം, അതിൻ്റെ 67 വാക്യം ആദ്യം ഒന്ന് വായിച്ചേ. 119 verse 67. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്തു? എല്ലാം നന്നായിട്ട് പോയാൽ ഈസി ആയിട്ട് നമ്മൾ സ്ലിപ്പായിട്ട് തെറ്റി അങ്ങ് പോകും ഇല്ലേ? കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ വളരെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. അതല്ലേ എൻ്റെ അർത്ഥം. തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എന്തുവാ?
വളരെ ലൗകികനായിപ്പോയി. ആത്മീയൻ അത് മാറ്റി കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുവാൻ കഴിയാം. പക്ഷേ ഇപ്പോഴോ ഞാൻ നിൻ്റെ ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടതയുടെ അനുഭവം അത് ഒന്ന് മുട്ടുമടക്കുവാനും ഒന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ മനസ്സ് വന്നു. ഇപ്പോൾ സമയമുണ്ട്. കഷ്ടതയിലായപ്പോൾ ഇപ്പോൾ എനിക്ക് എന്തുണ്ട് കാര്യം അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഞാൻ അതിനുവേണ്ടി സമയം വേർതിരിക്കുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും അല്ലേ. ഇപ്പം എനിക്ക് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ഒക്കെ ഇപ്പം എനിക്ക് മനസ്സുണ്ട്, സമയമുണ്ട്. അല്ല, നേരത്തെ ഞാൻ തെറ്റ്. അതിൻ്റെ 71-ാമത്തെ വാക്യം കൂടി 71. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക്. ഈ വചനം തന്നെ നമ്മൾ ഈ നാളുകളിലൊക്കെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കിട്ടും, പ്രാപിച്ചോ പിടിച്ചോ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കും. എന്തൊക്കെ അല്ലെങ്കിൽ ഭൗമിക വിഷയത്തിൽ നിങ്ങളിവിടെ ലോകത്തിൽ അങ്ങ് രാജാക്കന്മാരാക്കും, പണക്കാരാക്കും, ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കും, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞ് അടിക്കടി ഉയർച്ചയൊക്കെ പറഞ്ഞ് തെറ്റിച്ച് കളയുന്ന ഈ ലൗകിക കാലഘട്ടത്തിൽ അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, കഷ്ടതയിലായപ്പോഴാണ് നിൻ്റെ വചനമൊക്കെ ധ്യാനിക്കുവാൻ എനിക്ക് ഗുണമായി. ഞാൻ ദൈവം അനുവദിച്ച ഈ കഷ്ടതയിൽ കൂടി കടന്നു പോയില്ലെങ്കിൽ, സങ്കീർത്തനക്കാരൻ താൻ വലിയവനാണ്, താൻ പറയുമ്പോൾ ഈ കഷ്ടതയിൽ കൂടി ഞാൻ കടന്നു പോയില്ലെങ്കിൽ ഞാൻ ഈ ചട്ടങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം പഠിക്കത്തില്ലായിരുന്നു, പഠിക്കാൻ മനസ്സ് വെക്കത്തില്ലായിരുന്നു, അത് മനസ്സിലാകത്തില്ലായിരുന്നു. ഇപ്പം എനിക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ ക്രൂശിൻ്റെ വചനം ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കർത്താവ് പറയുന്ന ആ ഒരു ഡെഡിക്കേഷൻ. മറ്റേത് എപ്പോഴും നമുക്ക് അങ്ങനെ അല്ലല്ലോ. എന്നാ കുഴപ്പം? എത്ര പിള്ളേരുണ്ടെന്നറിയാം, എത്ര ചെറുപ്പക്കാർ, എത്ര പ്രായമുള്ളൂ, എത്ര ജ്ഞാനികൾ. നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കും, ഉടനെ ഗൂഗിൾ സെർച്ച്. അങ്ങനെ അല്ലെന്ന് പറയാൻ പ്രൂവ് ചെയ്യുന്ന ചിലവാൻ. ഇങ്ങനെ എവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഇത്രത്തോളം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? 1 2 പേരൊന്നും അല്ല, എത്ര പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. ഞാൻ പലപ്പോഴും അവരെ ഓർപ്പിക്കും, കുറഞ്ഞ വർഷം ബൈബിളിനെ ചോദ്യം ചെയ്യല്ല. ബൈബിൾ ഈസ് എറർ ഫ്രീ. ബൈബിളിൽ തെറ്റില്ല. പിന്നെ ബൈബിൾ ആഴങ്ങളുണ്ട്. അത് ചുമ്മാ ഇംഗ്ലീഷിലോ മലയാളത്തിലോ വായിച്ചാലോ ഒന്നും മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകണേ കർത്താവ് നമ്മുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം, നമ്മുടെ ഹൃദയത്തെ തുറക്കണം. ഈ ശൗലിന് നേരത്തെയും ജ്ഞാനം ഉണ്ടായിരുന്നല്ലോ. യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോഴും യേശു ഈ ഗിരിപ്രഭാഷണം എല്ലാം പഠിപ്പിച്ചപ്പോഴും പോയി ആ പ്രസംഗം കേൾക്കാൻ മനസ്സ് വരാഞ്ഞതിൻ്റെ കാരണം എന്നാ? ദൈവം ഹൃദയത്തെ തുറക്കണം, വചനത്തിൻ്റെ ആഴങ്ങളൊന്ന് മനസ്സിലാക്കാൻ. അത് ആ ഹൃദയം തുറന്ന് അത് മനസ്സിലാകുന്നത് വരെ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്നാ കുഴപ്പം? നമ്മുടെ ജഡമാണത് ഈ റിബൽ ചെയ്യുന്നത്. വചനത്തിൻ്റെ കീഴ്പ്പെടുവാൻ കഴിയാത്ത ഒരു ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഈ മണ്ണ്, ഈ ജഡം ഈ മണ്ണിൽ നിന്ന് വന്നു, ലോകത്തിൽ നിന്ന് വന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മീയ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് വന്നു. ഇത് തമ്മിലുള്ള ഒരു വലിയ പ്രശ്നമാണ്, ടഗ് ഓഫ് വാറാണ്, ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെ അല്ലേലും എന്നാ കുഴപ്പം, ഇങ്ങനാണേലും എന്നാ കുഴപ്പം? അങ്ങനെ എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ? ഭർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ, ഒരല്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ, ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ പോലെ അങ്ങ് സംസാരിച്ചോ, ഞാൻ കേട്ടുകൊള്ളാം. കർത്താവ് എന്തു പറഞ്ഞാലും ഞാനത് അനുസരിക്കും. അതിന് എത്ര കഷ്ടം സഹിക്കേണ്ട വന്നാലും. ഞാൻ പ്രിയ ജിപ്സനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുകഴ്ത്താനൊന്നും പറയുമല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയും നിങ്ങളെ ഓർപ്പിച്ചു, ഞായറാഴ്ച എനിക്ക് ലീവ് തന്നില്ലെങ്കിൽ കഷ്ടപ്പെട്ട് താൻ ഒത്തിരി ഇൻ്റർവ്യൂവിന് പോയിട്ട് കഷ്ടപ്പെട്ട് കിട്ടിയൊരു ജോലിയാണ്. എയർ കണ്ടീഷൻ സ്ഥാപനം, ഫുൾ ടൈം അവൻ്റെ അകത്തൊക്കെ ഇരിക്കും. വലിയ പാടുള്ള ജോലിയൊന്നുമില്ല, തനിക്ക് ചെയ്യാവുന്ന ജോലിയാണ്. താൻ സൂപ്പർവൈസറിനോട് പറഞ്ഞു, കൊടുത്തില്ല. പെട്ടെന്ന് ഓണർ ഓഫീസിലോട്ട് കയറി പോകുന്നു കണ്ടു. ഓണറിനെ ഒന്നും അറിയത്തില്ല, താൻ അവിടുത്തെ ഒരു വലിയ മനുഷ്യനാണ്. അവിടെ ഒന്നും സ്റ്റാഫിന് കയറി ചെല്ലാൻ പറ്റില്ല. പെട്ടെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് താൻ പറഞ്ഞ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, തൻ്റെ ഭാഷ അതുപോലെ ഞാൻ ഏറ്റു പറയും. പെട്ടെന്ന് കർത്താവ് എന്നെ ബലപ്പെടുത്തി പുള്ളിയോട് പോയി ചോദിക്കാൻ പറഞ്ഞു. പോയി ഓണറിനോട് ചോദിച്ചു, എനിക്ക് ഞായറാഴ്ച ലീവ് വേണം, ഹാഫ് ഡേ കഴിഞ്ഞ് ഞാൻ വന്ന് ജോലി ചെയ്തോളാം, എല്ലാ ഞായറാഴ്ച എനിക്ക് ലീവ് വേണം. സൂപ്പർവൈസറോട് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ജോലി വേണ്ട. താൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് താൻ സമ്മതിച്ചു. അങ്ങനെയാണ് എല്ലാ ഞായറാഴ്ച. ആ സ്ഥാപനത്തിൽ ശനിയും ഞായറും ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം. ലീവ് എടുക്കാൻ പറ്റത്തില്ല സ്റ്റാഫ്. താൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ വിഷയത്തിനും നമ്മളെ ധൈര്യപ്പെടുത്തും ഒരു വിശ്വാസക്കാരി. ഈ ജോലി തരുന്നത് ഈ മനുഷ്യരൊന്നും അല്ല, എൻ്റെ പ്രൊവൈഡർ ആരാ? എനിക്ക് വേണ്ടി കരുതുന്നവൻ യഹോവ ഈരെ, കർത്താവാണ്. പിന്നെ ജോലി ചേരുന്നവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അത്രയേ ഉള്ളൂ. ജോലിയിൽ വിശ്വസ്തത കാണിക്കണം. അല്ലാതെ അവരല്ല, അവരെ ദൈവം ഉപയോഗിച്ചതാ. അത് പോയാൽ എനിക്ക് വേറെ ഒരെണ്ണം തരുവാൻ എൻ്റെ ദൈവം, ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കും.
സ്തോത്രം. അത് പരിജ്ഞാനത്തിൽ തന്നെ നിൽക്കും. അല്ല അവിടെ കിടന്ന് അടി ഉണ്ടാക്കണം, മുടക്കണം എന്നൊന്നും അല്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഒരു ലെവലിലേക്കൊക്കെ പോകും, ദൈവമക്കളെന്ന് പറഞ്ഞ്. അതൊക്കെ വെറും ഹല്ലേലൂയ എരിവെന്നും അതിനെ പറയാൻ പറ്റത്തില്ല. അതൊക്കെ പരിജ്ഞാനക്കേടെന്നേ പറയാൻ പറ്റും. വളരെ പരിജ്ഞാനത്തിലും സ്നേഹത്തിലും, പക്ഷെ നമ്മുടെ പ്രമാണത്തിൽ നിന്ന് ഒരു ഹല്ലേലൂയ പോയിന്റ് പറഞ്ഞാൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒക്കെ രാജാവിൻ്റെ മുമ്പിൽ നിന്നത് പോയിന്റ് ഞങ്ങളുടെ പ്രമാണം ഇത് അനുവദിക്കുന്നില്ല. നല്ല ഭക്ഷണമാണ് രാജാവിൻ്റെ, പക്ഷേ അത് കഴിച്ച് ഞങ്ങളുടെ പ്രമാണം അത് കഴിക്കുവാനും എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നു. പഴയ നിയമത്തിലെ പ്രമാണം അതായിരുന്നു. അതുകൊണ്ട് അത് കഴിക്കുവാനും ഞങ്ങളെ ചെയ്യത്തില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇന്നത് മതി, ഞങ്ങളുടെ പ്രമാണപ്രകാരമുള്ള കാര്യങ്ങൾ മതി. ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ 119 കണ്ടല്ലോ, കഷ്ടതയിൽ കൂടി കടന്നു പോയത് എനിക്ക് നന്നായി. യാക്കോബിൻ്റെ ലേഖനം എടുത്താൽ അത് മുഴുവനുമാണ്. നമ്മളിനി മുൻപോട്ട് പഠിച്ച് അങ്ങോട്ട് വരുവാണല്ലോ. അതിൻ്റെ 1-ാമത്തെ അധ്യായം 2, 3, 4 മാത്രം ഒന്ന് വായിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. ജെയിംസ് ചാപ്റ്റർ 1:2-4. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. നിങ്ങൾ വിവിധ പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത്. കേട്ടോ, കർത്താവ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യും. പ്രബോധനമൊക്കെ പറയുന്നുണ്ട് ഇവിടെ, എല്ലാവരും എടുക്കരാ. സ്തോത്രം. നല്ലതാണ്, അതിൽ വർദ്ധിച്ചു വരട്ടെ, നല്ല വെളിപ്പാടുകൾ കർത്താവ് തരട്ടെ. ആ ടൈമിൽ നിൽക്കുവാനൊക്കെ ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നല്ല പരിജ്ഞാനമുള്ളവരായി വരുന്ന ആളുകളൊക്കെ ഏത് കോൺഫറൻസിൽ നിങ്ങൾ നിന്നാലും അവർ തരുന്ന ടൈം സ്ലോട്ടിൽ നല്ലൊരു മെസ്സേജ് പറഞ്ഞിരിക്കുവാൻ. സഭ ഒരു കുടുംബമല്ല, നമ്മളൊരു കുടുംബമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നാണമൊന്നും വേണ്ട. നിങ്ങൾ പ്രബോധനം പറയുന്ന പോലെ തന്നെ ദൈവസന്നിധിയിൽ പാടുവാനും ഉള്ള ഒരു, അതിലും അപ്പോൾ എന്ത് ചെയ്യണം, സംസാരിക്കാൻ മാത്രമല്ല, കർത്താവിന് വേണ്ടി പാടുവാനും ഉള്ള ഒരു കോൺഫിഡൻസ്. അവിടെയൊക്കെ ഭയങ്കര നിങ്ങൾ പഠിക്കേണ്ട പ്രബോധനം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ പാട്ടിലും പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അനേക ദൈവമക്കളുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ പരിശീലനങ്ങൾ നടത്തുന്നവരാ. സൂസൻ്റെ കോളേജ് അടൂർ ആ ജംഗ്ഷനിൽ ഒരു വളവിലാണ്. അവിടെ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനത്തെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു സഭയിലെ കുറച്ച് അമ്മച്ചിമാർ, ഈ സഭയെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും വെള്ളമൊക്കെ ഇട്ട് അവിടെ വന്ന്, അവിടുത്തെ ആ ടീമിലെയൊക്കെ അമ്മച്ചിമാരാണ് ഈ പാടുന്നത്. കുറച്ച് അമ്മച്ചിമാർ അവിടെ വന്ന് കിടന്നങ്ങനെ അമറാൻ തുടങ്ങി, പാട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ആരോ സൂസൻ്റെ കൂട്ടുകാരികളൊക്കെ, സൂസൻ പാസിൻ്റെ മോളാന്ന് എല്ലാവർക്കും അറിയാം, കൂട്ടുകാരികളൊക്കെ പറയും, എടി നിൻ്റെ ടീമാണ്, കാര്യം അവർ വിശ്വാസികളാണ്. സൂസൻ പറഞ്ഞ് ഞാൻ അവിടുന്ന് തോലി ഒരു കരുതി. കോളേജ് നിൽക്കുന്നത് ആ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് മൈക്കും വെച്ചുകൊണ്ട് ഇത് കോളേജിലോട്ട് അകത്ത് കയറി അവരെ ക്ലാസ് ടീച്ചറിന് പോലും പഠിപ്പിക്കാൻ വയ്യാത്ത രീതി മനോഹരമാണെങ്കിൽ അത് ഒരു ടീം ഒരു 4-5 പേര് പാടുവാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുന്നത്, 4-5 പേര് പാടുവാണെങ്കിൽ ആരുടെയും ശബ്ദം അടുത്ത ശബ്ദത്തിൻ്റെ മേളിൽ കയറിപ്പോകാൻ പാടില്ല. ശലോമോൻ്റെ ദേവാലയത്തിലെ പാട്ടിലൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് ദ ഹാർമണി. ഈ ഹാർമണി എന്ന് പറയുന്ന ഒരു പദം എന്തുവാണെന്നറിയാം? ഒരു ഇൻസ്ട്രുമെൻറ്റും ഇതിന് ഗ്രാഫുണ്ട്. ഇതിന് സൗണ്ടിനും നമുക്ക് അറിയാമല്ലോ, അതിൻ്റെ ഗ്രാഫുണ്ട്. നിങ്ങളതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഒരു ഫ്രീക്വൻസിയും ഒരു സൗണ്ട് ഫ്രീക്വൻസിയും അത് പാട്ടിൻ്റെ 4 പേര് പാടുമ്പോൾ 4 പേര് ഒരുപോലെ. ഇവിടെ 2-3 കുടുംബങ്ങൾ എന്നോട് പറഞ്ഞു ഇന്ന് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അവരെ പാടാൻ പഠിപ്പിക്കേണ്ട. CSIക്കാർ എന്ത് ചെയ്യേണ്ട, അവർ കൊച്ചിലേ തൊട്ട് 3 പാർട്ട്, ടെനർ, മിഡ്, ലോ, മീൻസ് ഹൈ, 3 പാർട്ട് കൊയർ എന്നൊക്കെ പറയും. അവരത് കേട്ടിട്ടുണ്ട്. പഴയ ഇംഗ്ലീഷുകാരുടെ ഹിംസൊക്കെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ നന്നായിട്ട് അവർക്കപ്പോൾ ചർച്ചയിൽ നിന്ന് എന്തുണ്ട്, അങ്ങനെ ഒരു ട്രെയിനിങ് ലഭിച്ചവരായതുകൊണ്ട് അവരെവിടെ ചെന്നാലും നല്ലൊരു ഹിം സ്റ്റൈലിൽ അവർക്കത് പാടുവാൻ ട്രെയിൻ കൊച്ചിലേ തൊട്ട് അവർ കേൾക്കുമല്ലേ. ഈ വിശ്വാസികൾക്കാന്ന് തോന്നുന്നു ഈ ട്രെയിനിങ് ഒന്നും ലഭിക്കാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ പരസ്യോത്തരം സംഭവിച്ച കാര്യം ഞാനങ്ങ് പച്ചയ്ക്ക് പറയുക. കുറേ 3-4-5 അമ്മച്ചിമാർ, ഞാൻ അമ്മച്ചിമാരെയൊന്നുമല്ല, നല്ല മനോഹരമായിട്ട് അമ്മച്ചിമാർക്കും പാടാം. അവരത് ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ വോളിയം ആ പാട്ടെന്ന് ആരാ പറഞ്ഞത്? വോളിയം ഈ സമരത്തിന് ഇംഗ്ലാവെന്നൊന്നും അതൊന്നും അല്ല പാട്ട്. പാട്ടിൽ നമ്മുടെ തൊണ്ടയുടെ ഒരു അഴുക്ക് ഭാഗവുമുണ്ട്, ഒരു റഫ് ഭാഗവുമുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തൊണ്ടയ്ക്ക് എന്തുണ്ട്, ഈ വോക്കൽസ് പഠിപ്പിക്കുമ്പോൾ എന്തുവാ, ദേ ട്രെയിൻ യുവർ ത്രോട്ട്. അതിൻ്റെ മനോഹരമായ ഭാഗം പാടുന്ന സമയത്ത് ആ ഭാഗമാണ് ഉപയോഗിക്കേണ്ടത്. അത്രയും കാറ്റേ വെളിയിലോട്ട് വോക്കൽ കോഡിൽ നിന്ന് വരാൻ പാടും. അതിലും കൂടുതൽ കാറ്റ് വന്നാൽ എന്തുവാ, നമ്മളിവിടെ വോളിയം കൂട്ടുന്ന പോലെ അത് അമർച്ചയായി മാറും. അത് പിന്നെ ആ തൊണ്ട പിന്നെ ശരിയാകത്തില്ല. ആ തൊണ്ട അമറി പിന്നെ എന്തായിത്തീരും. അപ്പോൾ അവിടെ ഒക്കെ മനോഹരമായിട്ടൊരു കുടുംബം എന്ന് പാടുമ്പോൾ നല്ല ഹാർമണി. ഞാൻ പറഞ്ഞില്ലേ ആ പദം, അതൊക്കെ ഒന്ന് ട്രെയിനിങ് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക്
അതൊക്കെ നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. അത് മാത്രമല്ല, നിങ്ങളെല്ലാം ശുശ്രൂഷകൾക്കകത്തോട് പങ്കാളികളായിത്തീരും ഇല്ലേ. പാസ്റ്റർ തന്നെ 3 പാട്ടങ്ങ് പാടും. വേറെ ഒന്നുമല്ല, പണ്ട് ഇവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു പാടുന്ന, എന്നെ സഹായിക്കുവാൻ പാടുന്ന 2-3 സഹോദരന്മാർ മാറി മാറി ഓരോ സമയത്തുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സഹോദരന്മാരെല്ലാം പുറമോട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിച്ചു, ജെയിംസ് ചാപ്റ്റർ 1:2. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങളവിടെ ഇളകിപ്പോകുവാൻ നിങ്ങൾ ഒന്നുകൂടെ അന്ന് എന്ത് ചെയ്യും? യേശുവിലുള്ള വിശ്വാസം സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അപ്പം കഷ്ടതയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നന്നായി എന്ന് ആരെങ്കിലും പറഞ്ഞു പോയ പ്രശ്നമാണ്. പക്ഷേങ്കിൽ ബൈബിള് പറയുന്നു അത് നന്നായി. അതുകൊണ്ട് അപ്പോസ്തലനും പറയുന്നു, ഹല്ലേലൂയ, ഞാനതിൽ സന്തോഷിക്കുന്നു. കാര്യം നിങ്ങൾ ഇളകിപ്പോകുവല്ല, നിങ്ങളെ കർത്താവ് ഉറപ്പിക്കുക, വചനത്തിൻ്റെ പ്രമാണത്തിൽ ഉറപ്പിക്കുക, വചനത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഉറപ്പിക്കുക. യേശു ആരാന്നും ദൈവം ആരാന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുക. വില്യം ക്യാരി സാഹിബിൻ്റെയും D.L. മൂഡി ഓരോ മിഷണറിമാരുടെയൊക്കെ കാര്യങ്ങൾ പറയുവാൻ, ഭക്ത് സിംഗിൻ്റെയും അല്ലെങ്കിൽ ഓരോ പണ്ട് വില കൊടുത്ത മിഷണറിമാരുടെ കാര്യങ്ങളൊക്കെ പറയുവാൻ ദൈവദാസന്മാരൊക്കെ പണ്ട് വായിച്ച പുസ്തകങ്ങളിൽ ഇതൊക്കെ എടുത്ത് പറയാറുണ്ട്. അല്ലെ എവിടെ നിന്നെങ്കിലും കേട്ടത് ഒക്കെ എടുത്ത് പറയാറുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുവാൻ, ഹല്ലേലൂയ, അത് പറയുന്നതിനൊരു എഫക്റ്റ് ഉണ്ട് ഇല്ലേ. ഞാനതിൽ കൂടി കടത്തി, ദൈവം എന്നെ കടത്തി വിട്ടിട്ട് അതേ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവിടെ ഒരു ദൈവശക്തി വ്യാപരിക്കും. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരിൽ സമ്പൂർണ്ണമാകേണ്ടതിന് ശരീരത്തിലേക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഒന്നിലും ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ ഏരിയയും പണിയപ്പെടും, പരിജ്ഞാനത്തിൽ പണിയപ്പെടും. ഈ അനുസരിക്കാൻ മനസ്സില്ലാത്ത എൻ്റെ ഒരു ഏരിയ കാണും, അവിടും കർത്താവ് എന്ത് ചെയ്യും? പണിയും. എന്നേന്നങ്ങ് പറഞ്ഞേക്കാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെന്നങ്ങ് എടുത്തോ. അപ്പം എൻ്റെ ഈ ജഡത്തിൻ്റെ ഒരു റിബൽ ചെയ്യുന്ന ഭാഗമുണ്ട്, അവിടും കർത്താവ് എന്നെ ഒന്ന് താഴ്ത്തുമ്പോൾ, ഞാൻ ഏതോ ആണെന്നും വലിയവനാണെന്നും ഭയങ്കരനാണെന്നും ഒക്കെ ഒരു തോന്നലുണ്ടല്ലോ, ദേശത്ത് വലിയ മാന്യനാണെന്നും എല്ലാവരും എന്നെ റെസ്പെക്ട്, അവിടെയൊക്കെ എനിക്കൊരു നിന്ന ദൈവം അനുവദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മനസ്സിലാവും ഞാൻ ഒന്നുമില്ല. ഈ കഴുതയുടെ മേൽ കർത്താവ് ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളും എന്നെ ആൾക്കാർ മാനിച്ചത്. ആ കഴുതയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അല്ല, എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന, ദേശത്താണേലും കുടുംബക്കാരുടെ മധ്യത്തിലാണെങ്കിലും കിട്ടുന്ന മാന്യത. എൻ്റെ യേശു എൻ്റെ ഉള്ളിൽ വന്ന നാൾ ഇല്ലേ, യേശുവൻ ഉള്ളത്തിൽ വന്നതാലേ എന്തു മാറ്റം, എന്ത് മാറ്റം, എന്ത് മോദം. പ്രൈസ് ലോർഡ്. അതിൻ്റെ ഓരോ സ്റ്റാൻസ് എത്ര ആഴമുള്ളത്. യേശു എൻ്റെ ഉള്ളിൽ വന്നേ പിന്നെ ഉള്ള മാന്യത മാത്രമല്ലേ ഉള്ളൂ, അല്ലേ ഉള്ളൂ, എനിക്കത്രയേ ഉള്ളൂ. അതിൽ പിന്നുള്ള ജ്ഞാനമേ ഉള്ളൂ, അതിൽ പിന്നുള്ള പരിജ്ഞാനമേ ഉള്ളൂ, അതിൽ പിന്നുള്ള താലന്തുകളേ ഉള്ളൂ, അതിൽ പിന്നുള്ള എന്തും. പ്രൈസ് ലോർഡ്. യേശു എൻ്റെ ഉള്ളിൽ വന്നേ പിന്നെ ഉള്ളൂ. അത് പറയുവാൻ നാണിക്കല്ല, അത് പറയുവാൻ ലജ്ജിക്കല്ല, അത് ലോകത്തോട് പറയണം. അതാണ് സാക്ഷ്യം. അപ്പോഴാണ് നിങ്ങൾ യു ബിക്കം എ വിറ്റ്നസ്, യേശുവിൻ്റെ ഒരു സാക്ഷിയായി തീരുന്നത്. തിരിച്ച് വന്ന് നമ്മുടെ അദ്ദേഹത്തിലേക്ക് വന്ന് ഇവിടുത്തെ 4-ാമത്തെ വാക്യം വായിച്ചു. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്, അവിടെ തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയും. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, തിയറി ക്ലാസ് നേരത്തെ എടുത്തു, ഇനി പ്രാക്ടിക്കൽ വരുന്ന നമ്മൾ വചനം പഠിക്കുന്നത് കൊള്ളാം. അത് വിചാരിച്ച് അടുത്ത ആഴ്ച തൊട്ട് ആരും വരാതിരിക്കല്ലേ. വചനം ആഴത്തിൽ പഠിക്കുന്ന കൊള്ളാം, പക്ഷേ ഈ പഠിക്കുന്നത് ഓരോന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ പ്രാക്ടിക്കൽ അനുഭവത്തിൽ കൂടി പഠിപ്പിക്കും വരും ദിവസങ്ങളിൽ. അതൊന്നും ദോഷത്തിനല്ലെന്ന് യാക്കോബ് പറയുന്നു. ഇവിടെ ഹല്ലേലൂയ തിമോത്തിയോസിനെ അയച്ച് പ്രൈസ് ലോർഡ് തെസ്സലോനിക്ക സഭ വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. യു ആർ അപ്പോയിൻറ്റഡ്. ഈ കടന്നു പോകുന്നതൊന്നും ആ പിശാചിൻ്റെ അങ്ങ് ശക്തി കൂടി നിങ്ങളെ അങ്ങ് കഷ്ടപ്പെടുത്തുകയും പീഡിപ്പിക്കുകയൊന്നും അല്ല. ദൈവം അനുഭവിച്ച കഷ്ടതയിൽ കൂടാണ് നിങ്ങളെ ആത്മാവിൽ ശക്തരാക്കി തീർക്കും. ഈ ദേശശക്തിയെ നിങ്ങൾ ജയിക്കും. വരും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ദേശം കാണും എന്ന് പറഞ്ഞ് തിമോത്തിയോസിനെ കൂടെ ഹല്ലേലൂയ അവരെ പ്രബോധിപ്പിച്ച്, ഞാൻ ഓൾറെഡി അപ്പോസ്തലൻ പറയുക, പൗലോസ് പറയുക, ഞാൻ ഓൾറെഡി നിങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നപ്പോൾ താമസപ്പെട്ട ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ വീട്ടിൽ ചെന്ന് വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ ആ 1 തൊട്ട് 18 വരെ 20 വരെയൊക്കെ ആ വാക്യങ്ങൾ അവിടെ പൗലോസും ശീലാസും
വന്നപ്പോൾ ഗായിയോസ്, പിന്നെ ഒരു യാസോൺ, ജെയ്സൻ്റെ മലയാളമായി യാസോൻ, ഒരു യാസോൻ്റെ ഒക്കെ ഭവനത്തിലുള്ള കൂട്ടായ്മ. താൻ അവിടുത്തെ പള്ളി പ്രമാണിയായിരുന്നു. അവിടെ ഒത്തിരി പേര് വന്നു, യഹൂദന്മാർ വന്നു. അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 17-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, നല്ല ജ്ഞാനമുള്ള ഭക്തരായ യവനക്കാർ ഒത്തിരി പേര് യാസോൻ്റെ കുടുംബത്തിൽ, ജെയ്സൻ്റെ കുടുംബത്തിൽ എന്ത് ചെയ്തു? വചനം കേൾക്കാൻ കൂടി വന്നു. ശീലാസമൊക്കെ പ്രസംഗിച്ച പ്രസംഗം കേട്ടു. മാന്യ സ്ത്രീകൾ, ദേശത്തെ ഒത്തിരി മാന്യ സ്ത്രീകൾ കൂടി വന്നു. ഉടനെ അവിടുത്തെ യഹൂദന്മാർക്ക് ഒരു അസൂയ തോന്നി. അവിടെ ജനത്തെ ഇളക്കി, അവിടെ ആകപ്പാട് ഉണ്ടാക്കിയ കഷ്ടത, അവരെ കൊല്ലാൻ പോയി. അവരെ ആ സ്ഥലത്തു നിന്ന് പൗലോസിനെ ശീലാസിനെ മാറ്റി. അതൊക്കെ നിങ്ങൾക്കറിയാം. ആ ദേശം കൊടുത്ത യാസോൻ്റെ ഭവനത്തിലായതുകൊണ്ട് താൻ ഒത്തിരി തന്നെ അടിക്കാൻ പിടിച്ചു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് 17-ാം അധ്യായം വായിക്കും. നിങ്ങളുടെ മധ്യത്തിൽ ഞാനായിരുന്നപ്പോൾ ചില നാളുകൾ അവരെ താമസിച്ച് ഉറപ്പിച്ച് ഒത്തിരി വിശ്വാസികൾ മുൻപോട്ട് വന്നിട്ടാണ് മുൻപോട്ട് പോയത്. ജയം പ്രാപിച്ചിട്ടാണ് അപ്പോസ്തലൻ മുൻപോട്ട് പോയത്. പക്ഷേ ആ സമയത്ത് പറഞ്ഞു, ഇനിയും ചിലർ വിചാരിക്കും രക്ഷിക്കപ്പെട്ട സമയത്തോളം ഇച്ചിരി കഷ്ടതയുള്ളൂ. നോ, ഇത് മരുഭൂമി യാത്രയാണ്. അതിൻ്റെ അവസാനത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഷ്ടതയും തീച്ചുള്ള അനുഭവവും ഒക്കെ ഇച്ചിരി എന്ത് ചെയ്യും? നമ്മളിപ്പോഴാണ് ശുശ്രൂഷയിലായിത്തീരുന്നത്, ഇല്ലേ? ഇത്രയും നാൾ നമ്മളൊരു സാധാ വിശ്വാസി എന്ന് പറഞ്ഞായിരുന്നത്, ഇല്ലേ? ഇനി നിങ്ങൾ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമ്പോൾ, ഓരോരുത്തർ വിശ്വാസത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ഓരോരുത്തരെ എൻകറേജ് ചെയ്യുവാൻ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് സാത്താൻ, അനങ്ങാതിരിക്കുന്ന സാത്താൻ വന്ന് നിങ്ങളോട് അവിടെ ഒക്കെ കർത്താവ് നിങ്ങളെ ശക്തരാക്കി നിർത്തും. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാ. എന്നാൽ 2 തിമോത്തിയോസിനോട് അപ്പോസ്തലൻ പറഞ്ഞ പോലെ വിശ്വാസികളായിട്ട്, നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രതികൂലം അനുഭവിക്കും, കഷ്ടം സഹിക്കും. യു ഹാവ് ടു സഫർ പെർസിക്യൂഷൻ എന്നവിടെ എഴുതിയിട്ടാണ് ഇനി ഇവിടുത്തെ 5-ാമത്തെ വാക്യം. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിനെ ആളയച്ചു. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത ഞാൻ അറിയേണ്ടതിനാണ് ഞാനിപ്പോൾ ആളയച്ചത്. ഞങ്ങൾ ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ ദേശത്ത് സഭ ഉണ്ടാകാനുള്ള കഷ്ടത ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ദൈവദാസന്മാർക്കൊക്കെ അറിയാം. അങ്ങനെ ചുമ്മാതെ ഒരു സഭയിൽ പോയി നിങ്ങളുടെ വിചാരം ഒരു സ്ഥലത്ത് ചെല്ലുക, നല്ല ഓഡിറ്റോറിയം എടുക്കുക, സൗണ്ട് സിസ്റ്റം എടുക്കുക, പാടാൻ ടീമിനെ ഹയർ ചെയ്യുക, കൂലിക്ക് വിളിക്കുക. അങ്ങനെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഞാൻ ഈ ഒരു ദൈവദാസൻ ഈ അടുത്ത സമയത്ത് 2 സ്ഥലത്ത് പുതിയ സഭ തുടങ്ങി. ഇത് അങ്ങനെ ഓരോരുത്തർ ചിന്തിക്കുന്നത് അത് മതിയെന്ന്. കുറച്ച് ആൾക്കാരെ കൂട്ടുക, എന്നിട്ട് പോസ്റ്റർ അടിക്കുക, ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്ത് മീഡിയ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് അതൊക്കെ അങ്ങ് ഷെയർ ചെയ്യുക. എല്ലാവരും പറയും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുക, ആൾക്കാരെ കൂട്ടുക. നിങ്ങളുടെ കടം മാറും, നിങ്ങളുടെ പ്രശ്നം മാറും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുന്നവൻ പ്രസംഗിക്കുക. ഒരു സുഖമായിട്ട് 100 തൊട്ട് 500 പേര് വരെ ഓടിച്ചോർത്തിൻ്റെ അകത്ത് കൂടും. ഇതാണോ സഭ? അവിടെ വരുന്ന ആർക്കെങ്കിലും ദേശശക്തിയേക്കാൾ കീഴാക്കാൻ പറ്റുമോ? അവിടെ വരുന്ന ആർക്കെങ്കിലും പാപ സ്വഭാവത്തെ, ജഡമോഹത്തെ ജയിക്കാൻ പറ്റുമോ? അതിന് വചനവും അതിൻ്റെ വെളിപ്പാടുകളും ആത്മാവിലുള്ള ആരാധനയും, ഹല്ലേലൂയ, ഒരാളെ ആ സമർപ്പണത്തിലേക്ക്, ആ ശിഷ്യത്വത്തിലേക്ക് നടത്തുന്ന ഇല്ലേ, ആ പ്രോഗ്രാം തുടങ്ങണം. ആ ട്രെയിനിങ് പ്രോഗ്രാം എന്ത് ചെയ്യണം? തുടങ്ങണം. പ്രൈസ് ലോർഡ്. അങ്ങനെയല്ലേ ഓരോ ദേശത്ത്. അപ്പം ഇവരെ ട്രെയിൻ ചെയ്ത് യേശുവിൻ്റെ ശിഷ്യന്മാരാക്കി ട്രെയിൻ ചെയ്ത് പൗലോസ് പറയുക, ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾ ഈ കഷ്ടതയ്ക്കകത്ത് കുലുങ്ങിപ്പോയാൽ ഞാൻ ഭയപ്പെടുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതെല്ലാം വെറുതെ ആയി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭയപ്പെടുന്നു. ദൈവദാസന്മാർ പലപ്പോഴും ഇതുപോലെ ട്രെയിൻ ചെയ്യാതെ വേദനയോടുകൂടി യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ യേശു പറയുന്നത് കൂലിക്ക് വിളിച്ച്, ആ ഭാഗം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ച്. യോഹന്നാൻ 10:12-13. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയും. ഈ കൂലിക്കാരൻ ഇവിടെ വിളിച്ചിരിക്കുന്ന ആരെയാണെന്നറിയോ? ഇടയന്മാരെ, പാസ്റ്റേഴ്സിനെ, ദൈവദാസന്മാരെ, ഷെപ്പേർഡ്സ്. ഇതന്നെ ഹെസ്കേൽ 34-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിന്നീട് ഹല്ലേലൂയ വായിച്ചാൽ മതി. 34-ാം അധ്യായം 8 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. നിങ്ങൾ സ്ഥിരം ദൈവദാസന്മാർ വായിക്കുന്ന വിഷയമല്ലേ. നിങ്ങൾ ആരും ഇടയന്മാർ നോക്കാത്തത് കൊണ്ട് എൻ്റെ ആട് അവിടും ഇവിടും ഒക്കെ ഓടി അലയുന്നു, ചിതറിപ്പോകുന്നു. ഈ ഇടയന്മാർക്ക് എന്തുമാത്രം മതി? അവരെ തന്നെ തിന്ന് കൊഴുപ്പിച്ച് ഈ ആടുകളുടെ പാലും
അതിൻ്റെ എല്ലാ നന്മയും അനുഭവിച്ച് അവരങ്ങ് തിന്നു കൊഴുത്തങ്ങ് നടക്കുക. ഇന്നത്തെ ദൈവദാസന്മാരൊക്കെ പലപ്പോഴും അങ്ങനെ ആകുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെ സാത്താൻ അവരെ അങ്ങനെ ആക്കി തീർക്കുക. എന്തോ ഇതൊരു ഭയങ്കര വേർക്കുമൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ അങ്ങ് പിന്നെ അങ്ങ് നടന്നാൽ മതി, ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങ് പ്രത്യേക വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് അങ്ങ് നടന്നാൽ മതി എന്ന് വിചാരിച്ച് ഇതൊന്നും അല്ല ദൈവമക്കളെ ശുശ്രൂഷ. കർത്താവ് യേശു എങ്ങനെ ചെയ്ത് അതിൻ്റെ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നു ഇല്ലേ? ഒരാളെ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ എപ്പോഴും ഓർക്കും, ഹിന്ദിയിലൊക്കെ സേവ കർണേ വാല, സേവകുടു എന്നൊക്കെ ഓരോ ഭാഷയിൽ പറയുന്ന പോലെ സേവ. ഇതെന്തുവാ? ശുശ്രൂഷയാണ്. ദാസൻ, ദൈവദാസ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ദേവദാസന്മാർ തമ്മിൽ, ദേവദാസ ദേവദാസി എന്നൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ നാണക്കേടാ, ദാസ എന്നൊന്നും ആരെയും വിളിക്കത്തില്ല. ഇപ്പോൾ ദാസന്മാരല്ലല്ലോ. പ്രൈസ് ലോർഡ്. ഓരോരുത്തരെ നേടുവാൻ വേണ്ടി കർത്താവിൻ്റെ ദാസനായിട്ട് എത്രത്തോളം താഴ്മയിൽ ഇറങ്ങുവാൻ. ഇവിടെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലൊക്കെ യേശു പറയുന്നില്ലേ, വിഷമത്തോടെ കൂലിക്ക് വിളിച്ച കൂലിക്കാരൻ. അവർക്കെന്തുവാ? അവർക്ക് ജസ്റ്റ് ആ എമൗണ്ട് കിട്ടുന്നു. പല ദേവദാസന്മാർ ദുഃഖത്തോടുകൂടി സാലറിയൊക്കെയാണ് പല കമ്മിറ്റിയിലൊക്കെ അങ്ങനെ. അപ്പോൾ അവർക്ക് ആ എമൗണ്ട് കിട്ടണം. അവർക്കൊരു കല്യാണം നടത്തിക്കഴിഞ്ഞാൽ, ഒരു അടക്കം നടത്തിക്കഴിഞ്ഞാൽ, ഒരു സ്നാനം നടത്തിക്കഴിഞ്ഞാൽ, ഒരാളുടെ ഭവന പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ, ഇനി ഭവന സന്ദർശനത്തിന് പോലും എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്ന് കറങ്ങിയിട്ട് ഒരു ദൈവദാസി നാളിൽ പറഞ്ഞാൽ, ഞാൻ പിന്നെ വീട്ടുകാരോട് ചോദിച്ചു, ഞാനെന്നാൽ പോവാം, ഞങ്ങൾ പോകാൻ വല്ല തടസ്സം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു. ഞങ്ങൾക്ക് പോകാൻ തടസ്സമൊന്നുമില്ലല്ലോ ഇല്ലേ? എന്നിട്ട് അത് പറഞ്ഞ് അവിടെ കിടന്ന് എന്തൊക്കെ പരിപാടികളാണെന്നറിയാം. അങ്ങനെയുള്ളവരെ ബൈബിൾ എന്തുവാ പറയുന്നത്? കൂലിക്ക് വിളിക്കുന്ന സ്തോത്രം. ദൈവദാസന്മാർ ശുശ്രൂഷ കൊണ്ടാണ് ജീവിക്കേണ്ടത്. എന്തെങ്കിലും ദൈവമക്കൾ തന്നു കഴിഞ്ഞാൽ അത് ഓഫറിംഗ് ആയിട്ട് അങ്ങ് കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവദാസന്മാർ ജീവിക്കുന്നത്. അതൊക്കെ സത്യമാണ്, അത് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, അറിയാം. പക്ഷേ അവരെ പറ്റിയല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കൂലിക്ക് എന്ന് വെച്ചാൽ ഈ കിട്ടുന്നത് നന്മ, കാശ് മാത്രമേ ഉള്ളൂ വിഷയം. ശുശ്രൂഷ വിഷയമല്ല. ഓരോരുത്തരെയും ഇവിടെ തുടക്കം തൊട്ട് ആദ്യത്തെ വാക്യം തൊട്ട് നമ്മൾ വായിച്ച തിമോത്തിയോസിനെ അയക്കുന്ന നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞ് നിങ്ങളുടെ വിശ്വാസത്തിൽ ക്ഷീണിച്ച് പോകാതിരിക്കാൻ. ഇപ്പം നമ്മൾ വായിച്ച ഈ 5-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേ. എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിനെ ആളായി. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ? ഈ കഷ്ടതയുടെ മധ്യത്തിൽ പരീക്ഷകൻ വന്ന് അതും ഇതും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്ത്. ഈ പരീക്ഷകൻ ആരാ പരീക്ഷകൻ? ഹു ഇസ് ദ ടെംപ്റ്റർ? എൻ്റെ ചെറിയ സംശയം അല്ലേ? ഒരു ഉറപ്പില്ലാത്ത അനുഭവം. ഇവിടെ എഴുതിയിരിക്കുന്നത് ദ ടെംപ്റ്റർ, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ. നിങ്ങൾ കൃപയിൽ നിന്നും സത്യത്തിൽ നിന്നും എടുത്ത തീരുമാനത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും ഓരോ ആ ആത്മീയ അനുഭവത്തിൽ നിന്നൊക്കെ നിങ്ങൾ വീണുപോയോ? പരീക്ഷകൻ നിങ്ങളെ ടെംപ്റ്റർ ടെംപ്റ്റ് യു ആൻഡ് യു ഫെൽ എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വീണുപോയോ? അനേക ദൈവമക്കൾ പരീക്ഷകൻ വന്ന് പരീക്ഷിക്കുമ്പോൾ അവർ വീണ് പോകുക അല്ലേ? ഈ വീണുപോയവർ ഒത്തിരി ഉണ്ട് വിശ്വാസ പോർക്കളത്ത്. വീണുപോയ ദൈവദാസന്മാരും കാണും, വിശ്വാസികൾ കാണും. നമ്മളും വീണു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം വിശ്വാസത്തിലും ഹാലല്ലേ ഏത് പ്രതികൂലം വന്നാലും കുലുങ്ങിപ്പോകാതിരിപ്പാൻ നമ്മളിവിടെ എല്ലാം കണ്ടല്ലോ. യേശാലിലെ കൂലിക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ ഇവിടെ 10-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞ പോലെ കൂലിക്ക് വിളിക്കുന്ന ഒന്ന് വായിച്ച 10 യോഹന്നാൻ. ഓരോ കുടുംബം കഷ്ടത്തിലായി പിശാച് അവരോട് പോരാടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങ് മാറി. അവർ കഷ്ടത്തിലായി അവർ സഹിക്കട്ടെ. അവരുടെ കൂടെ നിന്ന് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുവാനും അവരോട് പോരാടുന്ന പിശാചിനെ മുമ്പിൽ നിന്ന്, അവർക്ക് അതിൻ്റെ ബലമില്ല, അവർ ക്ഷീണിതരാണല്ലോ. ആരാ ചെയ്യേണ്ടത്? സഭയിലെ ദൈവദാസന്മാരും മൂപ്പന്മാരും മൂപ്പത്തിമാരും. ഇതൊരു സ്ഥാനം മാത്രമല്ല കേട്ടോ ചേച്ചി, ഇതൊരു ശുശ്രൂഷയാണ്. പല സഭകളും ഇത് ഡീക്കനസ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥാനപ്പേര് കൊടുക്കുമ്പോൾ ആ സഭയുടെ രീതിയാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ രീതിയാണ്. ഈ മൂപ്പനും മൂപ്പത്തിയും ഒക്കെ എന്തുവാ? ഹല്ലേലൂയ. ഈ തൂണ് നിൽക്കുന്നത് എന്തിനാ? ബിൽഡിങ് വീണ് പോകാതിരിക്കാൻ അല്ലേ? സഭയിലെ ഓരോ മൂപ്പന്മാരും അല്ലെ എൽഡേഴ്സ്, അത് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ പ്രായം കൊണ്ട് മാത്രം എൽഡർ അല്ല,
ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഞങ്ങളൊരു ടീമായിട്ട് ഈ പട്ടണത്തിൽ നിൽക്കുന്നു. സ്തോത്രം. അനേകരെ കർത്താവിന് വേണ്ടി പണിതെടുക്കുവാൻ, എൻകറേജ് ചെയ്യുവാൻ. ഹല്ലേലൂയ. അവിടെ ഒരു വിഷമമുണ്ട് തെസ്സലോനിക്ക ദേശത്തുനിന്ന് മനസ്സിലായി. ഉടനെ ഹല്ലേലൂയ ഇവിടുത്തെ അഥേനിയയിൽ ഞങ്ങൾ തന്നെ ലോഡ് എടുത്തോളാം, തിമോത്തിയോസിനെ അയക്കുക, നീ ചെന്ന് അവിടെ ചെന്ന് എന്ത് ചെയ്യേ തിരക്ക്. 6-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ ഞാൻ വിചാരിച്ചു പരീക്ഷകൻ ആൾക്കാരെ കഷ്ടതയിലാണ് ഈ വീണ് പോകുന്നത്. പ്രതികൂലം വരുമ്പോഴാണ് ദൈവമക്കൾ തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകുന്നത്, പതറിപ്പോകുന്നത്, മനുഷ്യരിലൊക്കെ ആശ്രയിച്ചു പോകുന്നത്, മടുപ്പ് വരുന്നത്, പ്രത്യാശയിലൊക്കെ മടുത്തു പോകുന്നത്. അങ്ങനൊന്നും അല്ല എന്ന് ഞാൻ കേട്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാണ് തെസ്സലോനിക്ക സഭ ആരും എൻകറേജ് ചെയ്യാതും. തിമോത്തിയോസ് വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അവരെ ഭയങ്കര കഷ്ടതയിൽ കൂടെ കടന്നുപോയി. മക്കദോനിയ സഭയെപ്പോലെ ഭയങ്കര കഷ്ടതയെക്കൂടെ, ഭയങ്കര പ്രതികൂലങ്ങളെപ്പോലെ അവിടും അവർ കൃപയിൽ നിന്നു, ആത്മശക്തി നിന്നു എന്നുള്ളൊരു നല്ല റിപ്പോർട്ട്. ഞാൻ നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ അവിടെ ഉടനെ വരുന്നത് എന്തോ ആത്മാവിൽ വളരുമ്പോൾ ദൈവമക്കൾ മധ്യത്തിലുള്ള സ്നേഹം, അത് പറഞ്ഞാണ് 6-ാമത്തെ വാക്യം നിർത്തുന്നത്. അയ്യോ എനിക്ക് നിന്നെ കാണാനുള്ള വലിയ വാഞ്ച, ആ ഒരു സ്നേഹത്തിലും അല്ലെങ്കിൽ പ്രത്യാശയിലും വിശ്വാസത്തിലും ഒക്കെ വർദ്ധിച്ചു വരുവാനിടയായി തീരട്ടെ. ഞങ്ങൾക്ക് പ്രബോധനത്തിലുള്ള